വർഷം 1957. രണ്ടാം മഹായുദ്ധം അവസാനിച്ചിരിക്കുന്നു. എങ്കിലും ലോകത്തിന് പൂർണ്ണമായ സമാധാനം ലഭിച്ചിട്ടില്ല. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതയുദ്ധം അതിന്റെ കൊടുമുടിയിലാണ്. ആയുധങ്ങൾ കൊണ്ടുള്ള നേരിട്ടുള്ള ഒരു യുദ്ധത്തിനു പകരം ആരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയെന്ന് തെളിയിക്കാനുള്ള ഒരു രഹസ്യ മത്സരമാണ് ലോകമെമ്പാടും നടക്കുന്നത്. പരസ്പരം നശിപ്പിക്കാൻ പോന്ന ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിലായിരുന്നു അവരുടെ ആദ്യ മത്സരം. എന്നാൽ പെട്ടെന്ന് ആ യുദ്ധക്കളം ഭൂമിയിൽ നിന്നും ബഹിരാകാശത്തേക്ക് മാറുന്നു. ഭൂമിക്ക് പുറത്തേക്ക് ആരാദ്യം കടക്കും എന്നതായി മാറുന്നു പുതിയ പോരാട്ടം. 1957 ഒക്ടോബർ 4 അമേരിക്കൻ ജനത രാവിലെ പത്രങ്ങൾ തുറക്കുമ്പോൾ വലിയൊരു ഞെട്ടലോടെയാണ് ആ വാർത്ത വായിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചിരിക്കുന്നു. സ്പുട്നിക് 1 എന്നാണ് അതിന്റെ പേര്. വെറുമൊരു ബാസ്കറ്റ്ബോളിന്റെ വലിപ്പമുള്ള അലുമിനിയം കൊണ്ടുണ്ടാക്കിയൊരു ചെറിയ ഗോളം. അത് ഭൂമിയെ വലയം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള റേഡിയോ സ്റ്റേഷനുകളിൽ ആ ഉപഗ്രഹത്തിൽ നിന്നുള്ള ബീപ് ബീപ് ശബ്ദം മുഴങ്ങിക്കേൾക്കുന്നു. ഈ ശബ്ദം അമേരിക്കക്കാരുടെ മനസ്സിൽ വലിയൊരു ഭയമാണ് സൃഷ്ടിക്കുന്നത്. രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ തങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ റഷ്യൻ സാങ്കേതികവിദ്യ കടന്നുപോകുന്നു എന്ന ചിന്ത അവരെ അസ്വസ്ഥരാക്കുന്നു. റഷ്യക്കാർക്ക് ബഹിരാകാശത്ത് നിന്ന് അമേരിക്കയെ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാൻ കഴിഞ്ഞേക്കാം എന്നവർ ഭയപ്പെടുന്നു. അങ്ങനെ ബഹിരാകാശ മത്സരം അഥവാ സ്പേസ് റേസ് അവിടെ ആരംഭിക്കുകയാണ്. ഈ നാണക്കേട് മാറ്റാൻ അമേരിക്ക ഉടൻ തന്നെ തങ്ങളുടെ സ്വന്തം ഉപഗ്രഹം വിക്ഷേപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ തുടർച്ചയായ പരാജയങ്ങളാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത്. അമേരിക്കൻ റോക്കറ്റുകൾ വിക്ഷേപണത്തറയിൽ വെച്ച് തന്നെ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുന്നു. ടിവിയിലൂടെ ഈ പരാജയങ്ങൾ കാണുന്ന അമേരിക്കൻ ജനതയുടെ ആത്മവിശ്വാസം തകരുകയാണ്. അതേസമയം സോവിയറ്റ് യൂണിയൻ ബഹിരാകാശ ഗവേഷണത്തിൽ ബഹുദൂരം മുന്നോട്ട് കുതിക്കുന്നു. അവരുടെ ഓരോ ചുവടും അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയായി മാറുന്നു. വർഷം 1961 ഏപ്രിൽ 12 എത്തുന്നു. ലോകത്തെ ഒന്നാകെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ അടുത്ത പ്രഖ്യാപനം നടത്തുന്നു. ചരിത്രത്തിലാദ്യമായി ഒരു മനുഷ്യൻ ബഹിരാകാശത്തെത്തിയിരിക്കുന്നു. യൂറി ഗഗാറിൻ എന്ന 27 വയസ്സുകാരനായ റഷ്യൻ പൈലറ്റാണ് ആ നേട്ടം കൈവരിക്കുന്നത്. വോസ്റ്റോക്ക് 1 എന്ന പേടകത്തിലിരുന്ന് ഭൂമിയെ ഒരു തവണ വിജയകരമായി വലം വെച്ച ശേഷം ഗഗാറിൻ സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു താങ്ങാനാവാത്ത പ്രഹരമാണ്. ലോകത്തിനു മുന്നിൽ അമേരിക്കയുടെ അഭിമാനം പൂർണ്ണമായും ചോദ്യം ചെയ്യപ്പെടുന്നു. സാങ്കേതിക വിദ്യയിൽ സോവിയറ്റ് യൂണിയനാണ് അമേരിക്കയേക്കാൾ വളരെ മികച്ചത് എന്ന് ലോകം വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഈ സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റാണ് ജോൺ എഫ് കെന്നഡി. അദ്ദേഹത്തിന് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാകുന്നു. ചെറിയ നേട്ടങ്ങൾ കൊണ്ട് ഇനിയൊരിക്കലും റഷ്യയെ തോൽപ്പിക്കാൻ കഴിയില്ല. ആർക്കും സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്തത്ര വലിയൊരു ലക്ഷ്യം അമേരിക്കയ്ക്ക് മുന്നിൽ വെക്കണം. റഷ്യക്കാർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ഒന്ന്. അതിനായി അദ്ദേഹം തന്റെ ഉപദേശകരുമായി നീണ്ട ചർച്ചകൾ നടത്തുന്നു. അങ്ങനെ ചരിത്രം മാറ്റിയെഴുതുന്ന ആ വലിയ തീരുമാനം വൈറ്റ് ഹൌസിൽ വെച്ച് ജനിക്കുകയാണ്: മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുക. 1962 സെപ്റ്റംബർ 12 ടെക്സാസിലെ റൈസ് സർവകലാശാലയിലെ വലിയൊരു ഫുട്ബോൾ സ്റ്റേഡിയം. ചുട്ടുപൊള്ളുന്ന വെയിലിൽ ആയിരക്കണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. എന്താണ് പ്രസിഡന്റ് പറയാൻ പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. അവർക്ക് മുന്നിലേക്ക് പ്രസിഡന്റ് കെന്നഡി നടന്നുവരുന്നു. ചരിത്രം തിരുത്തിക്കുറിക്കുന്ന അമേരിക്കൻ ജനതയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകുന്ന ഒരു പ്രസംഗമാണ് അദ്ദേഹം അവിടെ നടത്തുന്നത്. അദ്ദേഹം ജനങ്ങളെ നോക്കി ഉറക്കെ പറയുന്നു: ഈ ദശാബ്ദം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നാം ചന്ദ്രനിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങൾ നാം തിരഞ്ഞെടുക്കുന്നത് അവ എളുപ്പമുള്ളതുകൊണ്ടല്ല, മറിച്ച് അവ വളരെ ബുദ്ധിമുട്ടേറിയതാണ് എന്നതുകൊണ്ടാണ്. നമ്മുടെ ഊർജവും കഴിവും എത്രത്തോളമുണ്ട് എന്നളക്കാൻ ഈ ലക്ഷ്യം നമ്മെ സഹായിക്കും. കെന്നഡിയുടെ ഈ ഓരോ വാക്കും അമേരിക്കൻ ജനതയുടെ സിരകളിൽ പുതിയൊരാവേശം നിറയ്ക്കുന്നു. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ആ സമയത്ത് അമേരിക്കയുടെ കൈവശം മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനുള്ള യാതൊരു സാങ്കേതിക വിദ്യയുമില്ല. എങ്ങനെ ചന്ദ്രനിൽ ഇറങ്ങണം, എങ്ങനെ തിരികെ വരണം എന്ന്, അതിനെന്തുതരം റോക്കറ്റ് വേണമെന്ന് തുടങ്ങി ഒരു കാര്യത്തിലും അവർക്ക് വ്യക്തതയില്ല. നാസ എന്ന അമേരിക്കൻ ബഹിരാകാശ ഏജൻസിക്ക് മുന്നിലുള്ളത് അസാധ്യമെന്ന് തോന്നുന്ന ഒരു വലിയ മലയാണ്. വെറും 8 വർഷത്തിനുള്ളിൽ ഈ സാങ്കേതികവിദ്യ മുഴുവൻ അവർക്കില്ലാത്തിടത്തു നിന്നും പുതുതായി കണ്ടുപിടിക്കണം. അതൊരു സാധാരണ കാര്യമല്ല എന്നവർക്കറിയാം. അങ്ങനെ അമേരിക്കയുടെ അഭിമാനമായ അപ്പോളോ പദ്ധതി ഔദ്യോഗികമായി ആരംഭിക്കുന്നു. മനുഷ്യചരിത്രത്തിൽ സമാധാന കാലത്ത് നടന്ന ഏറ്റവും വലിയൊരു കൂട്ടായ്മയാണ് പിന്നീട് ലോകം കാണുന്നത്. അമേരിക്കയിലെ ജനങ്ങൾ ഒന്നടങ്കം ഈ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഏകദേശം 4 ലക്ഷത്തോളം ആളുകളാണ് അപ്പോളോ പദ്ധതിക്കായി രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്നത്.
ലോകത്തിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ, ഫൈറ്റർ പൈലറ്റുമാർ, ഗണിതശാസ്ത്രജ്ഞർ, എന്തിന് ബഹിരാകാശ വസ്ത്രങ്ങൾ തുന്നുന്ന തുന്നൽക്കാർ വരെ ആ വലിയ സംഘത്തിൽ ഉൾപ്പെടുന്നു. കോടിക്കണക്കിന് ഡോളറുകളാണ് അമേരിക്ക ഈ ഒറ്റ ലക്ഷ്യത്തിനായി ചിലവാക്കുന്നത്. അമേരിക്കൻ ഫാക്ടറികളിൽ രാവും പകലും യന്ത്രങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാൻ നിലവിലുള്ള സാധാരണ റോക്കറ്റുകൾ പോരാ എന്ന് നാസയിലെ ശാസ്ത്രജ്ഞർക്കറിയാം. ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയം ഭേദിക്കാൻ അത്യുഗ്രൻ ശേഷിയുള്ളൊരു വാഹനം വേണം. അതിനായി അവരൊരു ഭീമൻ റോക്കറ്റിന്റെ നിർമ്മാണം ആരംഭിക്കുന്നു. സാറ്റേൺ 5 എന്നാണ് ആ റോക്കറ്റിന്റെ പേര്. മനുഷ്യൻ ഇന്നുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും കരുത്തുറ്റ യന്ത്രം. 363 അടി ഉയരം, അതായത് ഒരു 36 നില കെട്ടിടത്തോളം ഉയരം വരും ഈ റോക്കറ്റിന്. ലക്ഷക്കണക്കിന് സൂക്ഷ്മമായ ഭാഗങ്ങൾ വളരെ ശ്രദ്ധയോടെ ചേർത്തുവെച്ചാണ് സാറ്റേൺ 5 നിർമ്മിക്കുന്നത്. ഇതിലെ ഒരു ചെറിയ സ്ക്രൂവിലോ വയറിലോ ഒരു തകരാർ സംഭവിച്ചാൽ മതി, മൊത്തം ദൗത്യവും പരാജയപ്പെടും, യാത്രികരുടെ ജീവൻ നഷ്ടപ്പെടും. അതിനാൽ ഓരോ ചെറിയ പണിയും 100% കൃത്യതയോടെയാണ് അവർ ചെയ്തു തീർക്കുന്നത്. വർഷങ്ങൾ വേഗത്തിൽ കടന്നുപോകുന്നു. ബഹിരാകാശത്ത് നാസയുടെ പരീക്ഷണങ്ങൾ തുടർച്ചയായി നടക്കുന്നു. ജെമിനി ദൗത്യങ്ങളിലൂടെ നാസ ബഹിരാകാശത്ത് എങ്ങനെ 2 പേടകങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാം, ബഹിരാകാശത്ത് എങ്ങനെ സുരക്ഷിതമായി നടക്കാം എന്നൊക്കെ പഠിച്ചെടുക്കുന്നു. എന്നാൽ നാസയുടെ ഈ യാത്ര അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. എല്ലാ പരീക്ഷണങ്ങളും വിജയവുമായിരുന്നില്ല. 1967 അപ്പോളോ 1 ദൗത്യത്തിന്റെ പരിശീലനത്തിനിടെ ഭൂമിയിലെ പരീക്ഷണ കേന്ദ്രത്തിൽ വെച്ച് പേടകത്തിൽ അപ്രതീക്ഷിതമായി തീപിടിക്കുന്നു. ഗസ് ഗ്രിസം, എഡ് വൈറ്റ്, റോജർ ചാഫി എന്നീ 3 മികച്ച ബഹിരാകാശ യാത്രികർ നിമിഷങ്ങൾക്കകം പേടകത്തിനുള്ളിൽ വെന്തുമരിക്കുന്നു. ഈ ദുരന്തം നാസയെ വലിയൊരാഘാതത്തിലേക്ക് തള്ളിവിടുന്നു. അമേരിക്കയാകെ കണ്ണീരണിയുന്നു. തങ്ങളുടെ പദ്ധതികളെല്ലാം എന്നേക്കുമായി അവസാനിപ്പിച്ചാലോ എന്നുപോലും അധികാരികൾ ഒരു നിമിഷം ചിന്തിക്കുന്നു. എന്നാൽ തങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ ജീവത്യാഗം വെറുതെയാകരുത് എന്ന വാശിയിൽ നാസയിലെ എഞ്ചിനീയർമാർ വീണ്ടും ഇരട്ടിക്കരുത്തോടെ മുന്നോട്ടു വരികയാണ്. പേടകത്തിന്റെ ഡിസൈനുകൾ മുഴുവൻ അവർ വീണ്ടും സുരക്ഷിതമായി മാറ്റിയെഴുതുന്നു. അങ്ങനെ സമയം 1969 അടുക്കുന്നു. കെന്നഡി പറഞ്ഞ ആ വലിയ വാഗ്ദാനം നിറവേറ്റാനുള്ള സമയപരിധി അവസാനിക്കുകയാണ്. ഈ ദശാബ്ദം തീരുന്നതിനു മുൻപ് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിരിക്കണം. അതിനായി അപ്പോളോ 8, അപ്പോളോ 9, അപ്പോളോ 10 എന്നീ ദൗത്യങ്ങളിലൂടെ നാസ ചന്ദ്രന്റെ ഭ്രമണപഥം വരെയെത്തി പരീക്ഷണങ്ങൾ നടത്തുന്നു. ചന്ദ്രന് തൊട്ടുമുകളിൽ വരെ പോയി യാത്രികൾ സുരക്ഷിതരായി മടങ്ങിവരുന്നു. ഇനി അവർക്ക് മുന്നിൽ ഒരേയൊരു പടി മാത്രമേ ബാക്കിയുള്ളൂ: ചന്ദ്രന്റെ മണ്ണിൽ നേരിട്ടിറങ്ങുക. ലോകം മുഴുവൻ ആ വലിയ ദിവസത്തിനായി ശ്വാസമടക്കി കാത്തിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് മാത്രമല്ല, മനുഷ്യരാശിക്കൊന്നാകെ ഇതൊരു വലിയ കുതിച്ചുചാട്ടമാകും എന്നെല്ലാവർക്കും ഉറപ്പാണ്. ആ വലിയ ലക്ഷ്യത്തിലേക്ക് പറക്കാൻ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്നും നാസ ഏറ്റവും മികച്ച 3 പേരെ തിരഞ്ഞെടുക്കുന്നു. അവരാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ്. തങ്ങൾ പോകുന്നത് ഒരു തിരിച്ചുവരവില്ലാത്ത യാത്രയിലേക്കായിരിക്കാം എന്നവർക്ക് 3 പേർക്കും നന്നായി അറിയാം. എങ്കിലും മനുഷ്യന്റെ അറിവിന്റെ അതിരുകൾ ഭേദിക്കാൻ അവർ ധൈര്യത്തോടെ തയ്യാറെടുക്കുകയാണ്. ചന്ദ്രനിലേക്കുള്ള ആ ഇതിഹാസ യാത്രയ്ക്കുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ പുരോഗമിക്കുകയാണ്. നാസയുടെ ഏറ്റവും വലിയ ദൗത്യമായ അപ്പോളോ 11 തിരഞ്ഞെടുക്കപ്പെട്ട ആ 3 വീരനായകന്മാരെ ലോകം വളരെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ഈ വലിയ യാത്രയ്ക്കായി അവർ ഉപയോഗിക്കുന്ന പേടകങ്ങളെക്കുറിച്ച് നാം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൂമിയിൽ നിന്നും കുതിച്ചുയരുന്ന സാറ്റേൺ 5 എന്ന ഭീമൻ റോക്കറ്റിന്റെ ഏറ്റവും മുകളിലായാണ് ബഹിരാകാശ യാത്രികർ ഇരിക്കുന്ന പ്രധാന ഭാഗമുള്ളത്. ഇത് പ്രധാനമായും 2 പ്രത്യേക പേടകങ്ങൾ കൂടിച്ചേർന്നതാണ്. അതിലൊന്ന് കൊളംബിയ എന്നു പേരുള്ള കമാൻഡ് മൊഡ്യൂളാണ്. ഇതൊരു കൊച്ചുമുറിയുടെ വലുപ്പമുള്ള കോണാകൃതിയിലുള്ള പേടകമാണ്. ഈ യാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള പ്രധാന നിയന്ത്രണ കേന്ദ്രവും യാത്രികരുടെ വീടും ഈ കൊളംബിയയാണ്. ഇതിനോട് ചേർന്ന് ഘടിപ്പിച്ചിരിക്കുന്ന രണ്ടാമത്തെ പേടകമാണ് ഈഗിൾ എന്ന ലൂണാർ മൊഡ്യൂൾ. പേര് സൂചിപ്പിക്കുന്നതുപോലെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങാൻ വേണ്ടി മാത്രം പ്രത്യേകമായി നിർമ്മിച്ച വാഹനമാണിത്. സ്വർണ്ണ നിറത്തിലുള്ള ഫോയിലുകൾ കൊണ്ട് പൊതിഞ്ഞ ചിലന്തിയെപ്പോലെ 4 കാലുകളുള്ള വളരെ വിചിത്രമായൊരു രൂപമാണ് ഈഗിളിനുള്ളത്. ഈ ഭീമൻ വാഹനത്തെ നിയന്ത്രിക്കാൻ പോകുന്ന ആ 3 യാത്രികരിൽ ഒന്നാമൻ ഈ ദൗത്യത്തിന്റെ കമാൻഡറായ നീൽ ആംസ്ട്രോങ് ആണ്. ഒഹായോയിൽ നിന്നുള്ള 38-കാരനായ ഈ മനുഷ്യൻ വളരെ ശാന്തനായ പ്രകൃതക്കാരനാണ്. എത്ര വലിയ അപകടം മുന്നിൽ വന്നാലും
ഒരു തരി പോലും പതറാത്ത അസാമാന്യമായ മനസ്സാന്നിധ്യമാണ് ആംസ്ട്രോങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൊറിയൻ യുദ്ധത്തിൽ പോർവിമാനങ്ങൾ പറത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം നാസയിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ചന്ദ്രനിൽ ഇറങ്ങുന്നതിന് മുൻപായി ഭൂമിയിൽ വെച്ച് ലൂണാർ മൊഡ്യൂൾ പോലെയുള്ള ഒരു പരിശീലന വാഹനം പറത്തുന്നതിനിടെ ആംസ്ട്രോങ്ങിന് വലിയൊരു അപകടം സംഭവിക്കുന്നുണ്ട്. ആയിരക്കണക്കിനടി ഉയരത്തിൽ വെച്ച് പെട്ടെന്ന് ആ യന്ത്രത്തിന് തീ പിടിക്കുകയും നിയന്ത്രണം നഷ്ടപ്പെട്ട് അത് അതിവേഗം ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ മരണത്തെ മുഖാമുഖം കണ്ടിട്ടും ഒട്ടും ഭയപ്പെടാതെ വാഹനം നിലത്ത് വീഴുന്നതിന് വെറും സെക്കൻഡുകൾക്ക് മുൻപ് മാത്രം അദ്ദേഹം ഇജക്ഷൻ സീറ്റിലൂടെ പുറത്തേക്ക് തെറിച്ചു വീഴുകയും പാരച്യൂട്ട് വഴി സുരക്ഷിതമായി താഴെ ഇറങ്ങുകയും ചെയ്യുന്നു. അത്ര വലിയൊരു അപകടത്തിന് ശേഷം അവിടെയുള്ളവർ ഓടിയെത്തുമ്പോൾ തന്റെ ചുണ്ടിൽ നിന്നൊഴുകുന്ന ചോര തുടച്ചുകൊണ്ട് യാതൊന്നും സംഭവിക്കാത്തതുപോലെ ഓഫീസിലേക്ക് നടന്നുപോയി ബാക്കി ജോലികൾ തുടർന്ന ആംസ്ട്രോങ്ങിന്റെ ആ മനോധൈര്യമാണ് ചന്ദ്രനിലെ ആദ്യ കാൽവെപ്പിനായി അദ്ദേഹത്തെ തെരഞ്ഞെടുക്കാൻ നാസയെ പ്രേരിപ്പിച്ചത്. ഈ സംഘത്തിലെ രണ്ടാമത്തെയാൾ ലൂനാർ മോഡ്യൂൾ പൈലറ്റായ എഡ്വിൻ ഓൾഡ്രിനാണ്. ലോകം മുഴുവൻ അദ്ദേഹത്തെ സ്നേഹത്തോടെ ബസ് ഓൾഡ്രിൻ എന്ന് വിളിക്കുന്നു. അമേരിക്കയിലെ പ്രശസ്തമായ MIT സർവകലാശാലയിൽ നിന്നും ഓർബിറ്റൽ മെക്കാനിക്സിൽ ഡോക്ടറേറ്റ് നേടിയ അതിബുദ്ധിമാനായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ശൂന്യാകാശത്ത് രണ്ട് പേടകങ്ങൾ തമ്മിൽ എങ്ങനെ കൃത്യതയോടെ കൂട്ടിയോജിപ്പിക്കാം എന്നതിനെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള ശാസ്ത്രീയ അറിവ് ഓൾഡ്രിനുണ്ട്. അദ്ദേഹത്തിന്റെ ഈ സങ്കീർണമായ ഗണിതശാസ്ത്രപരമായ കഴിവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തിയും ഈ ദൗത്യത്തിൽ വളരെ അത്യാവശ്യമാണ്. ആംസ്ട്രോങ്ങിനൊപ്പം ഈഗിൾ പേടകത്തിൽ കയറി ചന്ദ്രനിൽ ചരിത്രത്തിലാദ്യമായി കാൽകുത്താൻ പോകുന്നതും ഓൾഡ്രിനാണ്. ഇനി ഈ സംഘത്തിലെ ഏറ്റവും നിശബ്ദനായ നായകനെ പരിചയപ്പെടാം. കമാൻഡ് മോഡ്യൂൾ പൈലറ്റായ മൈക്കൽ കോളിൻസ്. ഒരുപക്ഷെ ഈ ദൗത്യത്തിലെ ഏറ്റവും വലിയ ത്യാഗം ചെയ്യുന്നത് അദ്ദേഹമാണ്. കാരണം അദ്ദേഹം ചന്ദ്രനിൽ ഇറങ്ങുന്നില്ല. ആംസ്ട്രോങ്ങും ഓൾഡ്രിനും ഈഗിളിൽ കയറി ചന്ദ്രനിലേക്ക് ഇറങ്ങുമ്പോൾ കൊളംബിയ എന്ന പ്രധാന പേടകത്തിൽ ചന്ദ്രനെ ചുറ്റിക്കൊണ്ട് ഒറ്റയ്ക്ക് കാത്തിരിക്കുകയാണ് മൈക്കൽ കോളിൻസിന്റെ ചുമതല. അതൊരുപക്ഷേ ചരിത്രത്തിലെ ഏറ്റവും ഏകാന്തവും ഭയപ്പെടുത്തുന്നതുമായ ഒരു ജോലിയാണ്. തന്റെ രണ്ടടുത്ത സുഹൃത്തുക്കളും ചന്ദ്രനിൽ മനുഷ്യന്റെ ആദ്യത്തെ ചരിത്രം കുറിക്കുമ്പോൾ അവർക്ക് സുരക്ഷിതമായി തിരികെ ഭൂമിയിലേക്ക് വരണമെങ്കിൽ മൈക്കൽ കോളിൻസ് കൊളംബിയയുമായി ഭ്രമണപഥത്തിലുണ്ടായേ തീരൂ. യാതൊരു പരാതിയുമില്ലാതെ മനുഷ്യരാശിയുടെ വിജയത്തിനായി ഈ വലിയ ഉത്തരവാദിത്തം അദ്ദേഹം പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുകയാണ്. വർഷങ്ങൾ നീണ്ട വളരെ കഠിനമായ പരിശീലനങ്ങളിലൂടെയാണ് ഇവർ മൂന്നുപേരും കടന്നുപോകുന്നത്. ഭൂമിയിലെ ഗുരുത്വാകർഷണത്തിൽ നിൽക്കുമ്പോൾ ഏകദേശം 90 കിലോഗ്രാമിലധികം ഭാരമുള്ള സങ്കീർണമായ ബഹിരാകാശ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അവർ കത്തുന്ന വെയിലത്ത് മണിക്കൂറുകളോളം നടക്കാൻ പരിശീലിക്കുന്നു. ചന്ദ്രനിലെ ഉപരിതലം പോലെ കുഴികളും ഗർത്തങ്ങളും അമേരിക്കയിലെ മരുഭൂമികളിൽ കൃത്രിമമായി നിർമ്മിച്ച് അവിടെ വെച്ചാണ് ഈഗിൾ പേടകം ഇറക്കാനുള്ള പരിശീലനം അവർ നടത്തുന്നത്. ചന്ദ്രനിലെ ഭാരമില്ലായ്മയുമായി പൊരുത്തപ്പെടാൻ വേണ്ടി വെള്ളത്തിനടിയിലെ വലിയ ടാങ്കുകളിലും പ്രത്യേകമായി തയ്യാറാക്കിയ വിമാനങ്ങളിലും അവർ മാസങ്ങളോളം ചിലവഴിക്കുന്നു. കൂടാതെ ബഹിരാകാശത്തുവെച്ച് അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ അതിജീവിക്കാനുള്ള പ്രത്യേക പരിശീലനങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനിടയിൽ ചെറിയൊരു ജലദോഷമോ അണുബാധയോ പോലും ഉണ്ടാകാതിരിക്കാൻ വിക്ഷേപണത്തിന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഇവരെ ബാക്കി ലോകത്തിൽ നിന്നും പൂർണ്ണമായി മാറ്റിപ്പാർപ്പിക്കുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയോടും മക്കളോടും പോലും ഒരു കണ്ണാടിക്കൂടിനപ്പുറത്തു നിന്നുകൊണ്ട് മാത്രമേ സംസാരിക്കാൻ അവർക്കപ്പോൾ അനുവാദമുള്ളൂ. ആ നിമിഷങ്ങളിൽ അവരുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്ക് സങ്കൽപ്പിക്കാൻ പോലുമാകില്ല. അങ്ങനെ ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ആ വലിയ ദിവസം വന്നെത്തുകയാണ്. 1969 ജൂലൈ 16 പുലർച്ചെ. ചരിത്രം തിരുത്തിയെഴുതാൻ പോകുന്ന ആ സുപ്രധാന ദിവസം ഭൂമി എങ്ങനെയാണ് ഉണർന്നതെന്നറിയാമോ? അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള കെന്നഡി സ്പേസ് സെന്ററിന് ചുറ്റുമുള്ള ഹൈവേകളിലും മണൽ തീരങ്ങളിലും 10 ലക്ഷത്തിലധികം ആളുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തമ്പടിച്ചിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള വലിയ ടെലിവിഷൻ നെറ്റ്വർക്കുകളുടെ ക്യാമറകളും ആയിരക്കണക്കിന് പത്രപ്രവർത്തകരും ആ പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുന്നു. എങ്ങും വലിയൊരു ഉത്സവത്തിന്റെ പ്രതീതിയാണുള്ളത്. എന്നാൽ കെന്നഡി സ്പേസ് സെന്ററിലെ യാത്രികരുടെ ക്യാമ്പിൽ തികഞ്ഞ നിശബ്ദതയാണ്. പുലർച്ചെ 4:15 തന്നെ ഉണർന്നെഴുന്നേൽക്കുന്ന ആ 3 പേരെയും ഒരു ഡോക്ടർ വന്ന് വിശദമായി പരിശോധിക്കുന്നു.
അവരുടെ ആരോഗ്യനില പൂർണ്ണമായും തൃപ്തികരമാണ്. അതിനുശേഷം ബഹിരാകാശ യാത്രികർക്ക് പരമ്പരാഗതമായി നൽകിവരുന്ന സ്റ്റീക്കും മുട്ടയും അടങ്ങിയ പ്രഭാതഭക്ഷണം അവർ ഒന്നിച്ച് വളരെ ശാന്തരായി കഴിക്കുന്നു. തുടർന്ന് തങ്ങളുടെ ശരീരവുമായി ചേർന്ന് നിൽക്കുന്ന ബഹിരാകാശ വസ്ത്രങ്ങൾ അണിയാനുള്ള സമയമാണ് വരുന്നത്. ഇത് വെറുമൊരു വസ്ത്രമല്ല, മറിച്ച് ശൂന്യാകാശത്തെ അതികഠിനമായ തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും അവരെ സംരക്ഷിക്കുന്ന, സ്വന്തമായി ജീവൻ നിലനിർത്താനുള്ള സംവിധാനങ്ങളുള്ള ഒരു ചെറിയ പേടകം തന്നെയാണ്. ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കാനായി വെള്ളമൊഴുകുന്ന ചെറിയ കുഴലുകളുള്ള അടിവസ്ത്രം ആദ്യം ധരിക്കുന്നു. അതിനു മുകളിലായി വലിയ സ്പേസ് സ്യൂട്ട് ധരിപ്പിക്കുന്നു. അതിലെ ഓരോ വാൽവുകളും ഓക്സിജൻ കണക്ഷനുകളും സാങ്കേതിക വിദഗ്ധർ വളരെ ശ്രദ്ധയോടെ പരിശോധിച്ചുറപ്പുവരുത്തുന്നുണ്ട്. തിളങ്ങുന്ന വെള്ള നിറത്തിലുള്ള ആ കൂറ്റൻ സ്യൂട്ടും ഗ്ലാസ് ഘടിക്കുച്ച ഹെൽമറ്റും ധരിച്ച്, ശ്വസിക്കാനുള്ള ചെറിയ പോർട്ടബിൾ വെന്റിലേറ്റർ പെട്ടികൾ കൈകളിൽ പിടിച്ച് അവർ 3 പേരും വരിവരിയായി പുറത്തേക്ക് നടന്നുവരികയാണ്. ലോകം കണ്ട ഏറ്റവും മനോഹരവും ചരിത്രപരവുമായ നടത്തങ്ങളിലൊന്നാണത്. ഫോട്ടോ എടുക്കുന്ന ക്യാമറകളുടെ ഫ്ലാഷുകൾ അവർക്ക് ചുറ്റും മിന്നിമറയുന്നു. അവിടെയുള്ള ഉദ്യോഗസ്ഥർ വലിയ കയ്യടികളോടെ അവരെ യാത്രയാക്കാൻ നിൽക്കുന്നുണ്ട്. അവരുടെ 3 പേരുടെയും മുഖത്ത് നേരിയ ഒരു പുഞ്ചിരി കാണാം. അവരവിടെ കാത്തുകിടക്കുന്ന പ്രത്യേക ട്രാൻസ്ഫർ വാനിലേക്ക് പതുക്കെ കയറുന്നു. വിക്ഷേപണ തറയിലേക്ക് ആ വാൻ അടുക്കുംതോറും 363 അടി ഉയരത്തിൽ തലയുയർത്തി നിൽക്കുന്ന സാറ്റേൺ 5 റോക്കറ്റിന്റെ ഭീമാകാരമായ രൂപം അവരുടെ കണ്ണുകളിൽ നിറയുകയാണ്. അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന അതിശൈത്യമുള്ള ദ്രവീകൃത ഇന്ധനം കാരണം റോക്കറ്റിന് പുറത്തുനിന്നും നേർത്ത വെളുത്ത പുക ആകാശത്തേക്ക് ഉയരുന്നുണ്ട്. ശ്വാസമെടുക്കുന്ന ഒരു വലിയ ജീവിയെപ്പോലെ ആ യന്ത്രം നിലത്ത് കിടന്നിരമ്പുന്നുണ്ട്. യാത്രികർ റോക്കറ്റിന് സമീപത്തുള്ള ചെറിയ ലിഫ്റ്റിൽ കയറി അതിന്റെ ഏറ്റവും മുകളിലേക്ക്, അതായത് 320 അടി ഉയരത്തിലേക്ക് സാവധാനം മുകളിലേക്ക് പോകുന്നു. അവിടെയുള്ള ഒരു ചെറിയ വാതിലിലൂടെ അവർ കൊളംബിയ പേടകത്തിനുള്ളിലേക്ക് ഇഴഞ്ഞുകടക്കുകയാണ്. വളരെ ഇടുങ്ങിയ ആ ക്യാബിനിൽ കമാൻഡർ നീൽ ആംസ്ട്രോങ് ഇടതുവശത്തെ സീറ്റിലും മൈക്കൽ കോളിൻസ് വലത്തും ബസ് ആൽഡ്രിൻ നടുവിലുമായി കൃത്യമായി ഇരിക്കുന്നു. വളരെ സങ്കീർണമായ സുരക്ഷാ ബെൽറ്റുകൾ മുറുക്കി അവർ തങ്ങളുടെ സീറ്റുകളുമായി ഉറപ്പിക്കപ്പെടുന്നു. എല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പുറത്തുനിന്നുള്ള ഉദ്യോഗസ്ഥർ യാത്രികർക്ക് അവസാനമായി ആശംസകൾ നേർന്നുകൊണ്ട് കൊളംബിയയുടെ വാതിൽ പുറത്തുനിന്നും ശക്തമായി അടച്ചുപൂട്ടുന്നു. അതോടെ അവർക്ക് ചുറ്റുമുള്ള ഭൂമിയിലെ ശബ്ദങ്ങളെല്ലാം അവസാനിക്കുകയാണ്. ഇപ്പോൾ ആ ചെറിയ ക്യാബിനിൽ അവരുടെ ഹെൽമറ്റിലൂടെയുള്ള ശ്വാസനിശ്വാസങ്ങളുടെയും പേടകത്തിലെ കൺട്രോൾ പാനലുകളിലെ ചില സ്വിച്ചുകളുടെയും ശബ്ദം മാത്രമേയുള്ളൂ. തങ്ങളുടെ ഇയർഫോണുകളിലൂടെ ടെക്സസിലെ ഹ്യൂസ്റ്റണിൽ സ്ഥിതി ചെയ്യുന്ന മിഷൻ കൺട്രോൾ സെന്ററിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അവർ ശ്രദ്ധയോടെ കേൾക്കുന്നു. താഴെ റോക്കറ്റിന്റെ കൂറ്റൻ എഞ്ചിനുകൾ ഭൂമിയെ പിളർക്കുന്ന തീ തുപ്പാൻ പൂർണ്ണ സജ്ജമായി നിൽക്കുകയാണ്. ലോകം മുഴുവൻ TV സ്ക്രീനുകൾക്ക് മുന്നിൽ ശ്വാസമടക്കി പിടിക്കുന്ന ആ നിമിഷം, വിക്ഷേപണത്തിനായുള്ള വലിയ കൗണ്ട്ഡൗൺ ഒടുവിൽ ആരംഭിക്കുകയാണ്. ഹ്യൂസ്റ്റണിലെ നാസയുടെ മിഷൻ കൺട്രോൾ സെന്ററിൽ ഇപ്പോൾ ശ്വാസം നിലയ്ക്കുന്ന നിശബ്ദതയാണ്. ഡസൻ കണക്കിന് കമ്പ്യൂട്ടർ സ്ക്രീനുകൾക്ക് മുന്നിലിരിക്കുന്ന വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കണ്ണുകൾ വിക്ഷേപണത്തിന്റെ ഓരോ ചെറിയ വിവരങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ടെലിവിഷനുകളിലും റേഡിയോകളിലും കൗണ്ട്ഡൗണിന്റെ ഓരോ സെക്കൻഡുകളും മുഴങ്ങിക്കേൾക്കുന്നു. T-15 സെക്കൻഡുകൾ, ലോഞ്ച് സീക്വൻസ് ആരംഭിച്ചിരിക്കുന്നു. നാസയുടെ പബ്ലിക് അഫയേഴ്സ് ഉദ്യോഗസ്ഥനായ ജാക്ക് കിങ്ങിന്റെ ശബ്ദം അല്പം വിറയലോടെ എന്നാൽ വലിയൊരാവേശത്തോടെ ലോകം കേൾക്കുകയാണ്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിന് ചുറ്റും കൂടിയിരിക്കുന്ന 10 ലക്ഷത്തിലധികം വരുന്ന ജനസമുദ്രം തങ്ങളുടെ കൈകളിലെ ബൈനോക്കുലറുകളിലൂടെയും ക്യാമറകളിലൂടെയും ആ കൂറ്റൻ റോക്കറ്റിലേക്ക് തന്നെ കണ്ണുനട്ടിരിക്കുന്നു. 10, 9 ഇഗ്നിഷൻ സീക്വൻസ് സ്റ്റാർട്ട്സ്. 8, 7, 6 സാറ്റേൺ 5 റോക്കറ്റിന്റെ ഏറ്റവും താഴെയുള്ള ഭീമാകാരമായ 5 F-1 എഞ്ചിനുകൾ ഒന്നിച്ച് ജ്വലിക്കാൻ തുടങ്ങുന്നു. 5, 4, 3, 2, 1, 0. We have a lift off. 1969 ജൂലൈ 16 രാവിലെ കൃത്യം 9:32 ഭൂമിയെ നെടുകെ പിളർക്കുന്ന വലിയൊരിടിമുഴക്കത്തോടെ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും കരുത്തുറ്റ യന്ത്രം തീതുപ്പാൻ തുടങ്ങുകയാണ്. 7.5 ദശലക്ഷം പൗണ്ടെന്ന് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്തത്ര ഊർജ്ജമാണ് ആ റോക്കറ്റ് താഴേക്ക് പ്രയോഗിക്കുന്നത്. വിക്ഷേപണത്തറയിൽ നിന്നും വൻതോതിൽ തീയും പുകയും 4 ഭാഗം ആഞ്ഞടിക്കുന്നു.
3000 ഡിഗ്രിയിലധികം ചൂടുള്ള ആ തീജ്വാലകൾക്ക് ചുറ്റുമുള്ള കോൺക്രീറ്റ് തറയെപ്പോലും ഉരുക്കിക്കളയാനുള്ള ശേഷിയുണ്ട്. ചുറ്റുമുള്ള ഭൂമി ഒന്നാകെ വലിയൊരു ഭൂകമ്പം വന്നതുപോലെ കുലുങ്ങുകയാണ്. മൈലുകൾക്കപ്പുറം നിൽക്കുന്ന കാണികളുടെ നെഞ്ചിൽ പോലും ആ വലിയ ഗർജനം ശക്തമായി വന്നിടിക്കുന്നു. ചിലർ അത്ഭുതം കൊണ്ട് വായ്പൊത്തി കരയുന്നു, മറ്റു ചിലർ ഉറക്കെ ആർത്തു വിളിക്കുന്നു. തുടക്കത്തിൽ വളരെ പതുക്കെയാണ് ആ 36 നില കെട്ടിടത്തിന്റെ വലിപ്പമുള്ള ഇരുമ്പുകോട്ട മുകളിലേക്കുയരുന്നത്. അത്ഭുതപ്പെടുത്തുന്ന ഭാരമുള്ള ആ വാഹനം ഗുരുത്വാകർഷണത്തെ തോൽപ്പിച്ച് മുകളിലേക്ക് കയറുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. എന്നാൽ റോക്കറ്റിന്റെ ഏറ്റവും മുകളിലുള്ള കൊളംബിയ പേടകത്തിനുള്ളിലെ അവസ്ഥ തികച്ചും വ്യത്യസ്തമായിരുന്നു. യാത്രികരായ ആംസ്ട്രോങ്ങിനും ഓൾഡ്രനും കോളിൻസിനും അതൊരു സുഖകരമായ യാത്രയായിരുന്നില്ല. വിക്ഷേപണത്തിന്റെ ആദ്യ സെക്കൻഡുകളിൽ തന്നെ പേടകം അതിശക്തമായി കുലുങ്ങാൻ തുടങ്ങി. ഒരു വലിയ ചരക്ക് തീവണ്ടിയുടെ മുന്നിൽ കെട്ടിയിട്ടതുപോലെയുള്ള അസഹനീയമായ കമ്പനമാണ് ആ ചെറിയ ക്യാബിനിൽ അവർക്ക് അനുഭവപ്പെട്ടത്. കൺട്രോൾ പാനലിലെ ഡയലുകൾ പോലും വ്യക്തമായി കാണാൻ കഴിയാത്തത്ര ശക്തമായിരുന്നു ആ കുലുക്കം. സമയം കഴിയുന്തോറും റോക്കറ്റിന്റെ വേഗത വർദ്ധിച്ചുകൊണ്ടിരുന്നു. അതിനനുസരിച്ച് ജി ഫോഴ്സ് അഥവാ ഗുരുത്വാകർഷണ ബലം ശരീരത്തിൽ ചെലുത്തുന്ന അതിമർദ്ദം അവരുടെ മേൽ കൂടിക്കൂടി വന്നു. തങ്ങളുടെ ശരീരഭാരം 4 ഇരട്ടിയായി വർദ്ധിച്ചതുപോലെ അവർക്ക് തോന്നി. നെഞ്ചിൽ വലിയൊരു പാറക്കൽ എടുത്തുവച്ചതുപോലെയുള്ള ഭാരം. ശ്വാസമെടുക്കാൻ പോലും ആ നിമിഷങ്ങളിൽ അവർ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. എങ്കിലും അവർക്ക് ഭയമില്ലായിരുന്നു. കാരണം ഈ നിമിഷത്തിനായി വർഷങ്ങളോളം അവർ പരിശീലനം നടത്തിയതാണ്. വിക്ഷേപിച്ച് വെറും 2.5 മിനിറ്റുകൾ കഴിയുമ്പോൾ ഏകദേശം 67 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് സാറ്റേൺ 5 റോക്കറ്റിന്റെ ആദ്യഘട്ടം അതിന്റെ ജോലി പൂർത്തിയാക്കുന്നു. ആയിരക്കണക്കിന് ടൺ ഇന്ധനം അപ്പോഴേക്കും അത് കത്തിച്ചു തീർത്തിരുന്നു. പെട്ടെന്ന് വലിയൊരു പൊട്ടിത്തെറിയുടെ ശബ്ദത്തോടെ ആ ആദ്യ ഭാഗം റോക്കറ്റിൽ നിന്നും വേർപെടുകയാണ്. ആ സമയം യാത്രികർ പെട്ടെന്ന് സീറ്റ് ബെൽറ്റിലേക്ക് മുന്നോട്ട് ആഞ്ഞുപോയി. അടുത്ത നിമിഷം തന്നെ റോക്കറ്റിന്റെ രണ്ടാമത്തെ ഘട്ടം ജ്വലിക്കാൻ തുടങ്ങി. അതോടെ വീണ്ടും അവർ സീറ്റുകളിലേക്ക് അതിശക്തമായി അമർത്തപ്പെട്ടു. ഇപ്പോൾ യാത്ര കുറച്ചുകൂടി സുഗമമായിട്ടുണ്ട്. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അവർക്ക് കാണാം, അതുവരെ ഇളം നീല നിറത്തിലായിരുന്ന ആകാശം പതുക്കെ കടും നീലയായും പിന്നീട് തികച്ചും ഇരുണ്ട കറുപ്പ് നിറമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതെ, അവർ ഭൂമിയുടെ അന്തരീക്ഷമെന്ന സുരക്ഷിതമായ പുതപ്പ് വകഞ്ഞുമാറ്റി ശൂന്യാകാശത്തിന്റെ അനന്തമായ ഇരുട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വിക്ഷേപണം കഴിഞ്ഞ് ഏകദേശം 9 മിനിറ്റുകൾ പിന്നിടുമ്പോൾ രണ്ടാമത്തെ ഘട്ടവും വേർപെടുന്നു. പിന്നീട് മൂന്നാം ഘട്ടമായ SIVB എന്ന ഭാഗമാണ് പ്രവർത്തിക്കുന്നത്. അതവരെ സുരക്ഷിതമായി ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നു. കൃത്യം 12 മിനിറ്റുകൾക്ക് ശേഷം എഞ്ചിനുകൾ പൂർണ്ണമായും ഓഫാകുന്നു. അത്രയും നേരം അവരുടെ കാതുകളെ തുളച്ചിരുന്ന ആ വലിയ ഇരമ്പൽ പെട്ടെന്ന് നിലയ്ക്കുന്നു. പേടകത്തിനുള്ളിൽ ഇപ്പോൾ അഗാധമായ നിശബ്ദത മാത്രം. യാത്രികർക്ക് ആദ്യമായി ഭാരമില്ലായ്മ അഥവാ സീറോ ഗ്രാവിറ്റി അനുഭവപ്പെടാൻ തുടങ്ങുന്നു. സീറ്റ് ബെൽറ്റുകൾ അഴിച്ചിരുന്നെങ്കിൽ അവർ ആ കൊച്ചു ക്യാബിനുള്ളിൽ വായുവിൽ പൊന്തിക്കിടക്കുമായിരുന്നു. അവരുടെ കൈകളിലുണ്ടായിരുന്ന പെന്നുകളും ചെക്ക് ലിസ്റ്റ് പുസ്തകങ്ങളും അവർക്ക് മുന്നിൽ വായുവിൽ ഒഴുകി നടക്കാൻ തുടങ്ങി. ഒരു നിമിഷം വിശ്രമിച്ച ശേഷം മൈക്കിൾ കോളിൻസ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ആ കാഴ്ച കണ്ട് അദ്ദേഹം ശരിക്കും അമ്പരന്നുപോയി. കറുത്ത പശ്ചാത്തലത്തിൽ നീലയും വെള്ളയും നിറങ്ങൾ കലർന്ന് തിളങ്ങുന്ന ഒരു വലിയ ഗോളം പോലെ നമ്മുടെ ഭൂമി അവിടെ നിൽക്കുന്നു. ഭൂമിയുടെ അരികുകളിലായി അന്തരീക്ഷത്തിന്റെ നേർത്ത ഒരു നീലവര വ്യക്തമായി കാണാം. ആ വലിയ മനോഹാരിതയ്ക്ക് താഴെയാണ് തങ്ങളുടെ കുടുംബവും ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യരുമുള്ളത് എന്ന് അവർ ഓർത്തു. എന്നാൽ ആ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ അവർക്കധികം സമയമുണ്ടായിരുന്നില്ല. യഥാർത്ഥ യാത്ര ഇനിയും തുടങ്ങിയിട്ടേയുള്ളൂ. അവർ ഭൂമിയെ 1.5 തവണ ചുറ്റി സഞ്ചരിക്കുന്നു. ഈ സമയം അത്രയും അവർ പേടകത്തിലെ 100 കണക്കിന് സ്വിച്ചുകളും കമ്പ്യൂട്ടറുകളും ഓക്സിജൻ നിലയും എല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് വീണ്ടും വീണ്ടും പരിശോധിച്ചുറപ്പുവരുത്തുകയാണ്. ഹ്യൂസ്റ്റണിലെ കൺട്രോൾ സെന്ററിൽ നിന്നും എല്ലാം സുരക്ഷിതമാണെന്ന സന്ദേശം അവർക്ക് ലഭിക്കുന്നു. ഇനി ഈ ദൗത്യത്തിലെ ഏറ്റവും നിർണായകമായൊരു ഘട്ടമാണ്. അവർക്ക് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരുന്നാൽ മാത്രം പോരാ, മറിച്ച് ഭൂമിയുടെ ശക്തമായ ഗുരുത്വാകർഷണ വലയം പൂർണ്ണമായും ഭേദിച്ച് 3.5 ലക്ഷം കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ചന്ദ്രനിലേക്ക് കുതിക്കണം. ഇതിനായി നടത്തുന്ന എഞ്ചിൻ ജ്വലനത്തെ ട്രാൻസ്ലൂണാർ ഇഞ്ചക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഹ്യൂസ്റ്റണിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം റോക്കറ്റിന്റെ 3ാം ഘട്ടം അവർ വീണ്ടും ജ്വലിപ്പിക്കുകയാണ്. ഏകദേശം 6 മിനിറ്റോളം ആ എഞ്ചിൻ പൂർണ്ണ ശക്തിയിൽ പ്രവർത്തിക്കുന്നു.
അതോടെ അവരുടെ പേടകത്തിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം 39,000 കിലോമീറ്ററായി കുതിച്ചുയർന്നു. മനുഷ്യൻ അന്നുവരെ സഞ്ചരിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ വേഗതയായിരുന്നു അത്. ഒരു വെടിയുണ്ടയേക്കാൾ എത്രയോ മടങ്ങ് വേഗതയിൽ അവർ ഭൂമിയുടെ പിടിവിട്ട് ചന്ദ്രനെ ലക്ഷ്യമാക്കി പായാൻ തുടങ്ങി. എന്നാൽ ഈ യാത്ര തുടരുന്നതിനു മുൻപ് അവർക്ക് വളരെ സങ്കീർണമായ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ടായിരുന്നു. ട്രാൻസ്പൊസിഷൻ ആൻഡ് ഡോക്കിംഗ് എന്നറിയപ്പെടുന്ന ഒരു അഭ്യാസമാണത്. അവർ നിലവിലിരിക്കുന്ന കൊളംബിയ പേടകം ഇപ്പോൾ ഘടിപ്പിച്ചിരിക്കുന്നത് റോക്കറ്റിന്റെ 3ാം ഘട്ടത്തോടാണ്. എന്നാൽ അവർക്ക് ചന്ദ്രനിൽ ഇറങ്ങാനുള്ള ലൂണാർ മൊഡ്യൂളായ ഈഗിൾ ഈ 3ാം ഘട്ടത്തിന്റെ ഉള്ളിൽ ഒരു വലിയ കവചത്തിനുള്ളിലായി ഭദ്രമായി ഒളിച്ചുവെച്ചിരിക്കുകയാണ്. ഈഗിളിനെ പുറത്തെടുക്കണം. ഈ അതിസങ്കീർണമായ പ്രക്രിയ നിയന്ത്രിക്കേണ്ടത് കമാൻഡ് മൊഡ്യൂൾ പൈലറ്റായ മൈക്കൽ കോളിൻസ് ആണ്. ഇവിടെ ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും 2 പേടകങ്ങളും കൂട്ടിയിടിച്ച് തകരാൻ സാധ്യതയുണ്ട്. കോളിൻസ് വളരെ ശ്രദ്ധയോടെ കൊളംബിയയെ ആ വലിയ റോക്കറ്റ് ഭാഗത്തു നിന്നും വേർപെടുത്തി. തുടർന്ന് ജോയ്സ്റ്റിക് ഉപയോഗിച്ച് കൊളംബിയയെ ശൂന്യാകാശത്ത് വെച്ച് 180 ഡിഗ്രി തിരിച്ചു. ഇപ്പോൾ കൊളംബിയയുടെ മുൻഭാഗം ആ 3ാം ഘട്ടത്തിന് നേരെയാണ് ഇരിക്കുന്നത്. കവചം തുറന്നപ്പോൾ അതിനുള്ളിൽ ചിലന്തിയെപ്പോലെ ചുരുണ്ടുകൂടിയിരിക്കുന്ന ഈഗിളിനെ അവർക്ക് കാണാം. കോളിൻസ് വളരെ പതുക്കെ അതീവ സൂക്ഷ്മതയോടെ കൊളംബിയയെ മുന്നോട്ട് കൊണ്ടുപോയി ഈഗിളിന്റെ മുകൾ ഭാഗത്തെ ഡോക്കിംഗ് പോർട്ടുമായി കൃത്യമായി ബന്ധിപ്പിച്ചു. ലോക്കുകൾ കൃത്യമായി വീണു എന്നുറപ്പുവരുത്തിയ ശേഷം അദ്ദേഹം കൊളംബിയയെ പിന്നിലേക്ക് വലിച്ചു. അതോടെ ഈഗിൾ പേടകം ആ 3ാം ഘട്ടത്തിൽ നിന്നും വേർപെട്ട് കൊളംബിയയോടൊപ്പം പോന്നു. ഒരു ശില്പി വളരെ ശ്രദ്ധയോടെ ഒരു ശില്പം കൊത്തിയെടുക്കുന്നത് പോലെയാണ് കോളിൻസ് ഈ വലിയ യന്ത്രങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൈകാര്യം ചെയ്തത്. അനാവശ്യമായ ആ വലിയ 3ാം ഘട്ടത്തെ അവരവിടെ വെച്ചുപേക്ഷിച്ചു. ഇപ്പോൾ കൊളംബിയയും ഈഗിളും പരസ്പരം മുഖാമുഖം ഘടിപ്പിക്കപ്പെട്ട നിലയിലാണുള്ളത്. ഒരു വശത്ത് ഭൂമി ചെറുതായിക്കൊണ്ടിരിക്കുന്നു, മറുവശത്ത് ലക്ഷ്യസ്ഥാനമായ ചന്ദ്രൻ ഒരു വലിയ വെള്ളിത്തളിക പോലെ അവരെ മാടി വിളിക്കുന്നു. ഈ 2 ഗോളങ്ങൾക്കുമിടയിലുള്ള വിശാലവും ഇരുണ്ടതുമായ ശൂന്യാകാശത്തിലൂടെ തികഞ്ഞ നിശബ്ദതയിൽ ആ 3 മനുഷ്യർ തങ്ങളുടെ നീണ്ട യാത്ര ആരംഭിക്കുകയാണ്. കൊളംബിയയും ഈഗിളും പരസ്പരം മുഖാമുഖം ചേർന്നുകൊണ്ട് ആ ഇരുണ്ട ശൂന്യാകാശത്തിലൂടെ ഇപ്പോൾ ഒരു കൊച്ചു വള്ളം പോലെ ഒഴുകി നീങ്ങുകയാണ്. പുറത്ത് പൂർണ്ണമായ നിശബ്ദതയാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ വായുവില്ലാത്ത ആ വലിയ ഇരുട്ടിൽ എത്ര വലിയ പൊട്ടിത്തെറി നടന്നാലും ആരും കേൾക്കാൻ പോകുന്നില്ല. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ നിന്നും പൂർണ്ണമായും സ്വതന്ത്രരായ അവർ സെക്കൻഡിൽ കിലോമീറ്ററുകൾ എന്ന അതിവേഗത്തിലാണ് ചന്ദ്രനിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പേടകത്തിനുള്ളിലിരിക്കുന്ന ആ 3 യാത്രികർക്കും ആ വേഗത ഒട്ടും അനുഭവപ്പെടുന്നില്ല എന്നതാണ് സത്യം. കാരണം അവർക്ക് ചുറ്റും വേഗത മനസ്സിലാക്കാൻ തക്കവണ്ണം മരങ്ങളോ മേഘങ്ങളോ മറ്റു വസ്തുക്കളോ ഒന്നുമില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും അനന്തമായ ശൂന്യാകാശം മാത്രം. അതുകൊണ്ടുതന്നെ തങ്ങൾ ഒരിടത്ത് നിശ്ചലമായി നിൽക്കുകയാണെന്ന് മാത്രമേ അവർക്ക് തോന്നുകയുള്ളൂ. ബഹിരാകാശത്തെ താപനില മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിനുമപ്പുറമാണ്. സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന പേടകത്തിന്റെ വശത്ത് താപനില 200 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. അതായത് വെള്ളം തിളയ്ക്കുന്നതിനേക്കാൾ ഇരട്ടിയിലധികം ചൂട്. എന്നാൽ അതേസമയം സൂര്യപ്രകാശം ഏൽക്കാത്ത പേടകത്തിന്റെ മറുവശത്ത് മരവിപ്പിക്കുന്ന തണുപ്പാണ്, ഏകദേശം -200 ഡിഗ്രി സെൽഷ്യസ്. ഈയൊരു വലിയ താപനില മാറ്റം പേടകത്തിന് അപകടമുണ്ടാക്കാതിരിക്കാൻ നാസയിലെ ശാസ്ത്രജ്ഞർ ഒരു പ്രത്യേക വിദ്യ പ്രയോഗിക്കുന്നുണ്ട്. പാസീവ് തെർമൽ കൺട്രോൾ എന്നാണ് അതിന് പറയുന്നതെങ്കിലും ബഹിരാകാശ യാത്രികർ അതിനെ തമാശയായി വിളിക്കുന്നത് ബാർബിക്യൂ റോൾ എന്നാണ്. തീക്കനലിന് മുകളിൽ വെച്ച് കോഴിയിറച്ചി ചുട്ടെടുക്കുമ്പോൾ എല്ലാ വശത്തും ചൂട് ലഭിക്കാൻ വേണ്ടി കമ്പി പതുക്കെ കറക്കി കൊടുക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ പേടകത്തിനു ചുറ്റും ഒരേ താപനില നിലനിർത്താനായി കൊളംബിയ പേടകത്തെ അതിന്റെ അച്ചുതണ്ടിൽ വളരെ പതുക്കെ കറക്കിക്കൊണ്ടേയിരിക്കുന്നു. 1 മണിക്കൂർ സമയം കൊണ്ടാണ് പേടകം ഒരു തവണ പൂർണ്ണമായും കറങ്ങിത്തീരുന്നത്. അനന്തമായ ഈ ശൂന്യാകാശത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ പേടകത്തിനുള്ളിലെ 3 മനുഷ്യരുടെ ജീവിതം എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവരിയ്ക്കുന്ന ആ കമാൻഡ് മൊഡ്യൂളിന്റെ ഉള്ളളവ് ഒരു ചെറിയ വാനിന്റെ അത്ര മാത്രമേയുള്ളൂ. 3 പേർക്കും ഒരേ സമയം നീണ്ടു നിവർന്ന് കിടക്കാൻ പോലുമുള്ള സൗകര്യം അവിടെയില്ല. എന്നാൽ ഭാരമില്ലായ്മ അഥവാ സീറോ ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് അവർക്ക് താഴെ തറയിൽ തന്നെ നിൽക്കണമെന്നില്ല. ആ ചെറിയ സ്ഥലത്ത് അവർ വായുവിൽ ഒഴുകി നടക്കുകയാണ്. അവരുടെ വിരൽത്തുമ്പുകൊണ്ട് ഭിത്തിയിൽ ഒന്ന് പതുക്കെ തൊട്ടാൽ മതി, അവരുടെ ശരീരം എതിർദിശയിലേക്ക് നീങ്ങും.
ക്യാബിനുള്ളിൽ മുകൾ ഭാഗം താഴ്ഭാഗം എന്നൊരു വ്യത്യാസമില്ല. ഒരാൾ നേരെ നിൽക്കുമ്പോൾ മറ്റൊരാൾ തലകീഴായിട്ടായിരിക്കും വായുവിൽ കിടക്കുന്നത്. ഭൂമിയിലെ പോലെ പ്ലേറ്റിൽ വിളമ്പി ഭക്ഷണം കഴിക്കാൻ അവിടെ സാധിക്കില്ല. എന്തെങ്കിലും തുറന്നുവെച്ചാൽ അത് വായുവിൽ പാറി നടന്ന് കൺട്രോൾ പാനലുകളിലും സ്വിച്ചുകളിലും കയറി വലിയ അപകടമുണ്ടാക്കും. അതുകൊണ്ടുതന്നെ വളരെ പ്രത്യേകമായി തയ്യാറാക്കിയ ഭക്ഷണമാണ് അവർ കൊണ്ടുപോയിട്ടുള്ളത്. ഡ്രൈ ഫ്രൂട്ട്സ്, ചെറിയ ക്യൂബുകളാക്കിയ സാൻഡ്വിച്ചുകൾ, ചോക്ലേറ്റുകൾ എന്നിവയെല്ലാം പ്ലാസ്റ്റിക് കവറുകളിലാക്കിയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വെള്ളം കുടിക്കാൻ പ്രത്യേകതരം വാട്ടർ ഗണ്ണുകളുണ്ട്. ചില പൊടി രൂപത്തിലുള്ള ഭക്ഷണ പാക്കറ്റുകളിലേക്ക് ഈ വാട്ടർ ഗൺ ഉപയോഗിച്ച് ചൂടുവെള്ളം പമ്പ് ചെയ്ത് കയറ്റിയ ശേഷം അത് വിരലുകൾ കൊണ്ട് നന്നായി തിരുമ്മി കുഴമ്പ് രൂപത്തിലാക്കിയാണ് അവർ കഴിക്കുന്നത്. ഈ ഭക്ഷണങ്ങൾക്കൊന്നും നമ്മൾ ഭൂമിയിൽ കഴിക്കുന്ന അത്ര രുചിയുണ്ടാകില്ല എങ്കിലും ജീവൻ നിലനിർത്താൻ അതൊക്കെ കഴിച്ചേ തീരൂ. ക്യാബിനുള്ളിൽ കുളിക്കാനോ പല്ല് തേക്കാനോ ഉള്ള സൗകര്യങ്ങളുമില്ല. ഒരു നനഞ്ഞ തുണി കൊണ്ട് ശരീരം തുടയ്ക്കാൻ മാത്രമേ അവർക്ക് കഴിയൂ. മെഷീനുകളുടെ ചൂടും യാത്രികരുടെ വിയർപ്പുമൊക്കെ കാരണം പേടകത്തിനുള്ളിൽ ഒരു പ്രത്യേകതരം ഗന്ധമാണ് എപ്പോഴുമുള്ളത്. 3 ദിവസത്തെ ഈ വലിയ യാത്രയിൽ ഉറക്കമെന്നത് അവർക്ക് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. എന്നാൽ ബഹിരാകാശത്തെ ഉറക്കം അത്ര സുഖകരമല്ല. വായുവിൽ ഒഴുകി നടന്ന് ഉറങ്ങിയാൽ എവിടെയെങ്കിലും പോയി ഇടിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ പ്രത്യേകതരം സ്ലീപ്പിംഗ് ബാഡുകൾ പേടകത്തിന്റെ ഭിത്തികളുമായി കൊളുത്തിവെച്ചാണ് അവർ ഉറങ്ങാൻ കിടക്കുന്നത്. ജനാലകളിലൂടെ വരുന്ന സൂര്യപ്രകാശം കണ്ണിലടിക്കാതിരിക്കാൻ പ്രത്യേക കവറുകൾ ജനാലകൾ മൂടുന്നു. എന്നിരുന്നാലും തങ്ങൾ ഭൂമിയിൽ നിന്നും ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ മരണവും ജീവനും തമ്മിൽ ഒരു ചെറിയ ഗ്ലാസിന്റെ വ്യത്യാസം മാത്രമുള്ള ശൂന്യാകാശത്താണ് കിടന്നുറങ്ങുന്നത് എന്ന ചിന്ത പലപ്പോഴും അവരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. എങ്കിലും ദിവസങ്ങളോളമുള്ള കഠിനമായ പണികൾ കാരണം ക്ഷീണം തോന്നുമ്പോൾ അവർ അറിയാതെ തന്നെ ഉറങ്ങിപ്പോകുന്നു. യാത്രയ്ക്കിടയിലുള്ള ബാക്കി സമയങ്ങളിൽ അവർക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പേടകത്തിലെ ഓരോ സിസ്റ്റങ്ങളും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിച്ച് ഭൂമിയിലുള്ള മിഷൻ കൺട്രോളിലേക്ക് റിപ്പോർട്ട് നൽകണം. ഓക്സിജന്റെ അളവ്, കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്ന ഫിൽട്ടറുകളുടെ പ്രവർത്തനം, ഇന്ധനത്തിന്റെ നില എന്നിവയെല്ലാം നിരന്തരം നിരീക്ഷിക്കണം. ഇതിനിടയിൽ മൈക്കിൾ കോളിൻസ് മറ്റൊരു പ്രധാന ജോലി കൂടി ചെയ്യുന്നുണ്ട്. സെക്സ്റ്റന്റ് എന്ന പ്രത്യേകതരം ഉപകരണം ഉപയോഗിച്ച് നക്ഷത്രങ്ങളെ നോക്കി പേടകം ശരിയായ ദിശയിലാണോ സഞ്ചരിക്കുന്നത് എന്ന് അദ്ദേഹം കൃത്യമായി കണക്കുകൂട്ടുന്നു. പുരാതന കാലത്ത് കടലിൽ സഞ്ചരിക്കുന്ന നാവികർ നക്ഷത്രങ്ങളെ നോക്കി വഴി കണ്ടുപിടിച്ചിരുന്നത് പോലെയുള്ള ഒരു സങ്കീർണമായ പ്രക്രിയയാണിത്. ആധുനിക കമ്പ്യൂട്ടറുകൾ ഉണ്ടെങ്കിലും എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ സ്വന്തമായി വഴി കണ്ടെത്താൻ ഈ നക്ഷത്ര നിരീക്ഷണം അത്യാവശ്യമാണ്. യാത്രയിലുടനീളം അവർ ഭൂമിയുമായി ടെലിവിഷൻ സംപ്രേഷണം നടത്തുന്നുണ്ട്. പേടകത്തിനുള്ളിലെ ക്യാമറയിലൂടെ അവർ തങ്ങളുടെ ദൈനംദിന ജീവിതം ഭൂമിയിലുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നു. വായുവിൽ ഒഴുകി നടക്കുന്ന ക്യാമറയും തങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നതുമൊക്കെ വളരെ രസകരമായി അവർ സംസാരിക്കുന്നു. കോടിക്കണക്കിന് മനുഷ്യരാണ് തങ്ങളുടെ വീട്ടിലിരുന്ന് ടിവിയിലൂടെ ആ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ നോക്കിക്കാണുന്നത്. ആ 3 മനുഷ്യർ ഇപ്പോൾ ഭൂമിയിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധികളായി മാറിയിരിക്കുകയാണ്. ദിവസങ്ങൾ മുന്നോട്ടു പോകുന്തോറും ജനാലയിലൂടെയുള്ള കാഴ്ചകൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. കൊളംബിയയുടെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അവർ കാണുന്നത് അതിശയിപ്പിക്കുന്നൊരു ദൃശ്യമാണ്. തങ്ങൾ ജനിച്ചു വളർന്ന, തങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ജീവിക്കുന്ന ആ വലിയ ഭൂമി ഇപ്പോൾ ഒരു ചെറിയ നീല ഗോലി പോലെയായി ചുരുങ്ങിയിരിക്കുന്നു. കോടിക്കണക്കിന് മനുഷ്യരും വലിയ സാമ്രാജ്യങ്ങളും പർവ്വതങ്ങളും മഹാസമുദ്രങ്ങളുമെല്ലാം ഇപ്പോൾ അവരുടെ തള്ളവിരലിന് പിന്നിൽ ഒളിക്കാൻ മാത്രമുള്ള വലിപ്പത്തിലായി മാറി. മനുഷ്യന്റെ യുദ്ധങ്ങൾക്കും അതിർത്തികൾക്കും അഹങ്കാരങ്ങൾക്കും ഈ പ്രപഞ്ചത്തിൽ യാതൊരു വിലയുമില്ല എന്ന് ആ ദൃശ്യം അവരെ ഓർമ്മിപ്പിക്കുന്നു. ആ വിശാലമായ ശൂന്യാകാശത്തിൽ തങ്ങൾ എത്ര ചെറിയവരാണെന്നുള്ള തിരിച്ചറിവ് അവരെ കൂടുതൽ വിനയാന്വിതരാക്കുന്നു. അതേസമയം പേടകത്തിന്റെ എതിർവശത്തുള്ള ജനാലിലൂടെ നോക്കുമ്പോൾ മറ്റൊരു വലിയ മാറ്റം അവർക്ക് കാണാം. തുടക്കത്തിൽ ഒരു ചെറിയ പന്ത് പോലെ തിളങ്ങി നിന്നിരുന്ന ചന്ദ്രൻ ഇപ്പോൾ സമയം കഴിയുന്തോറും വലുതായി വലുതായി വരികയാണ്. മണിക്കൂറുകൾ കഴിയുന്തോറും ചന്ദ്രൻ അവരുടെ ജനാല മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭീമാകാരനായ ഗോളമായി മാറുന്നു. വെളുത്ത നിറത്തിൽ തിളങ്ങുന്ന ചന്ദ്രൻ എന്നു നമ്മുടെ സങ്കല്പം അവിടെ അപ്രത്യക്ഷമാകുന്നു. പകരം വെളിച്ചവും നിഴലുകളും നിറഞ്ഞ പരുക്കനായ ചാരനിറമുള്ള ഒരു അന്യഗ്രഹ ലോകമാണ് അവർക്ക് മുന്നിൽ തെളിയുന്നത്. കൂറ്റൻ ഗർത്തങ്ങളും ഉണങ്ങിവരണ്ട സമുദ്രങ്ങളും വലിയ മലനിരകളും ഇപ്പോൾ അവർക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ 3 ദിവസത്തെ ദീർഘമായ ആ യാത്ര അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. അവർ ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും പൂർണ്ണമായും പുറത്തു കടന്ന്
ഇപ്പോൾ ചന്ദ്രന്റെ അതിശക്തമായ ഗുരുത്വാകർഷണ മേഖലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ചന്ദ്രൻ അവരെ അതിവേഗം തന്നിലേക്ക് വലിച്ചെടുപ്പിക്കുകയാണ്. യാത്രികരുടെ ഉള്ളിൽ അതുവരെ ഉണ്ടായിരുന്ന ശാന്തത പതുക്കെ മാറി ഒരു നേരിയ പിരിമുറുക്കം തുടങ്ങുന്നു. തമാശകളും ചിരിയും അവസാനിക്കുന്നു. അവർ തങ്ങളുടെ സീറ്റുകളിലേക്ക് തിരികെ വന്ന് ബെൽറ്റുകൾ മുറുക്കുന്നു. ഇനി വരാൻ പോകുന്നത് ഏറ്റവും അപകടം പിടിച്ച നിമിഷങ്ങളാണ്. ചന്ദ്രന്റെ പിന്നിലൂടെ സഞ്ചരിച്ച് അതിന്റെ ഭ്രമണപഥത്തിലേക്ക് പേടകത്തെ കൃത്യമായി എത്തിക്കണം. വേഗത അല്പം കൂടിയാൽ അവർ ചന്ദ്രനിൽ ഇടിച്ചു തകരും. ഇനി വേഗത കുറഞ്ഞാൽ അവർ ചന്ദ്രന്റെ ആകർഷണത്തിൽ നിന്നും തെറിച്ച് അനന്തമായ ശൂന്യാകാശത്തേക്ക് എങ്ങോട്ടെന്നില്ലാതെ എന്നേക്കുമായി ഒഴുകിപ്പോകും. എല്ലാവരുടെയും മുഖത്ത് കടുത്ത ജാഗ്രത നിഴലിക്കുന്നു. ആ വലിയ ചരിത്ര നിമിഷത്തിനായി കൊളംബിയയും അതിലെ 3 യാത്രികരും തയ്യാറെടുക്കുകയാണ്. അനന്തമായ ശൂന്യാകാശത്തിലൂടെ 3 ദിവസത്തോളം നീണ്ട യാത്രയ്ക്കൊടുവിൽ അപ്പോളോ 11 പേടകം ഇപ്പോൾ ചന്ദ്രന്റെ തൊട്ടരികിലെത്തിയിരിക്കുകയാണ്. ചന്ദ്രന്റെ വലിയ ആകർഷണ വലയം അവരെ അതിവേഗം തന്നിലേക്ക് വലിച്ചടുപ്പിക്കുന്നു. കൊളംബിയയുടെ ജനാലയിലൂടെ നോക്കുമ്പോൾ ചന്ദ്രൻ അവരുടെ കണ്ണിൽ മുഴുവനായി നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി അവർക്ക് വളരെ സങ്കീർണവും അപകടകരവുമായ ഒരു കടമ്പ കടക്കാനുണ്ട്. ലൂണാർ ഓർബിറ്റ് ഇൻസേർഷൻ എന്നറിയപ്പെടുന്ന ഈ പ്രക്രിയയാണ് അപ്പോളോ ദൗത്യത്തിലെ ആദ്യത്തെ വലിയ അഗ്നിപരീക്ഷ. ഇതിനായി പേടകം ചന്ദ്രന്റെ പിൻഭാഗത്തേക്ക്, അതായത് ഭൂമിയിൽ നിന്നും ഒരിക്കലും മനുഷ്യന് നേരിട്ട് കാണാൻ കഴിയാത്ത ഇരുണ്ട വശത്തേക്ക് സഞ്ചരിക്കണം. ചന്ദ്രന്റെ പിന്നിലേക്ക് പോകുന്ന ആ നിമിഷം തന്നെ ഭൂമിയുമായുള്ള അവരുടെ റേഡിയോ ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടും. ലോസ് ഓഫ് സിഗ്നൽ എന്നാണ് ഈ അവസ്ഥയെ നാസ വിളിക്കുന്നത്. ഹ്യൂസ്റ്റണിലെ മിഷൻ കൺട്രോൾ സെന്ററിലെ ഡസൻ കണക്കിന് സ്ക്രീനുകളിൽ അപ്പോളോ 11 നിന്നുള്ള വിവരങ്ങൾ പെട്ടെന്ന് നിശ്ചലമാകുന്നു. സ്പീക്കറുകളിൽ വെറും പതർച്ചയുള്ള ഒരു ശബ്ദം മാത്രം ബാക്കിയാകുന്നു. ആശയവിനിമയമില്ലാത്ത ആ ഭയാനകമായ നിശബ്ദത ഭൂമിയിലുള്ള ശാസ്ത്രജ്ഞരുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുകയാണ്. ചന്ദ്രന്റെ പിന്നിലെ ആ കൊടുമിരുട്ടിൽ ആർക്കും കാണാനോ നിർദ്ദേശങ്ങൾ നൽകാനോ കഴിയാത്ത ആ ഏകാന്തതയിൽ വെച്ചാണ് യാത്രികർ തങ്ങളുടെ പേടകത്തിന്റെ സർവീസ് പ്രൊപ്പൽഷൻ എഞ്ചിൻ പ്രവർത്തിപ്പിക്കേണ്ടത്. വളരെ കൃത്യമായ ഗണിതശാസ്ത്ര കണക്കുകൂട്ടലുകൾ ഇവിടെ അത്യാവശ്യമാണ്. പേടകത്തിന്റെ അതിവേഗത കൃത്യമായി കുറച്ച് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് കടക്കാൻ ഈ എഞ്ചിൻ ജ്വലനം കൂടിയേ തീരൂ. ഇവിടെ എഞ്ചിൻ കുറച്ചു സമയം അധികം പ്രവർത്തിച്ചു പോയാൽ പേടകം ചന്ദ്രനിൽ ചെന്നിടിച്ച് വലിയൊരു പൊട്ടിത്തെറിയോടെ തകരും. ഇനി എഞ്ചിൻ പ്രവർത്തിക്കാൻ വൈകുകയോ കൃത്യമായ ശക്തിയിൽ ജ്വലിക്കാതിരിക്കുകയോ ചെയ്താൽ പേടകം ചന്ദ്രന്റെ ആകർഷണത്തിൽ നിന്നും തെറിച്ച് അനന്തമായ ബഹിരാകാശത്തിന്റെ ഇരുട്ടിലേക്ക് എങ്ങോട്ടെന്നില്ലാതെ ഒഴുകിപ്പോകും. പിന്നീട് അവർക്കൊരിക്കലും ഭൂമിയിലേക്ക് ജീവനോടെ തിരിച്ചെത്താൻ കഴിയില്ല. നിശ്ചയിക്കപ്പെട്ട ആ സെക്കൻഡിൽ കമാൻഡർ നീൽ ആംസ്ട്രോങ് എഞ്ചിൻ ജ്വലിപ്പിക്കാനുള്ള സ്വിച്ച് അമർത്തുന്നു. കൃത്യം 6 മിനിറ്റോളം ആ എഞ്ചിൻ പൂർണ്ണ ശക്തിയിൽ പ്രവർത്തിക്കുന്നു. ഭൂമിയിൽ ഹ്യൂസ്റ്റണിലെ ശാസ്ത്രജ്ഞർ ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ്. ആ ഏതാനും മിനിറ്റുകൾ വർഷങ്ങളെപ്പോലെ ഇഴഞ്ഞു നീങ്ങുന്നതായി അവർക്ക് തോന്നി. എല്ലാവരുടെയും കണ്ണുകൾ ടെലിമെട്രി സ്ക്രീനുകളിലാണ്. പെട്ടെന്ന് കൺട്രോൾ റൂമിലെ സ്പീക്കറുകളിൽ ആശ്വാസത്തിന്റെ ആ ശബ്ദം മുഴങ്ങി. റേഡിയോ സിഗ്നലുകൾ തിരികെ വന്നിരിക്കുന്നു. ചന്ദ്രന്റെ പിന്നിലെ ഇരുട്ടിൽ നിന്നും അപ്പോളോ 11 വിജയകരമായി പുറത്തു വന്നിരിക്കുന്നു. ഹ്യൂസ്റ്റൺ, അപ്പോളോ 11 ഇവിടെയുണ്ട്. ഞങ്ങൾ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ആംസ്ട്രോങ്ങിന്റെ വളരെ ശാന്തമായ ശബ്ദം ഭൂമിയിൽ വലിയ ആഹ്ലാദമാണ് സൃഷ്ടിച്ചത്. പേടകം ഇപ്പോൾ ചന്ദ്രനിൽ നിന്നും വെറും 60 മൈൽ, അതായത് ഏകദേശം 100 കിലോമീറ്റർ മാത്രം ഉയരത്തിൽ അതിനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജനാലയിലൂടെ താഴേക്ക് നോക്കുമ്പോൾ അവർക്ക് ചന്ദ്രനെ വളരെ വ്യക്തമായി കാണാൻ കഴിയും. ഭൂമിയിൽ നിന്നും ദൂരദർശിനിയിലൂടെ കാണുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പത്തിൽ ഒരു ഭീമാകാരനായ ഗോളം പോലെ ചന്ദ്രൻ അവരുടെ താഴെ കിടക്കുന്നു. യാതൊരു ജീവന്റെയും ലക്ഷണവുമില്ലാത്ത തികച്ചും വരണ്ടുണങ്ങിയ ഒരു മൃതലോകമാണത്. ചാരനിറത്തിലുള്ള വലിയ ഗർത്തങ്ങളും കൂറ്റൻ മലനിരകളും പുരാതന കാലത്ത് ഉൽക്കകൾ വീണ് തകർന്ന കുഴികളും അവർക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അവിടെ അന്തരീക്ഷമോ വായുവോ ഇല്ലാത്തതുകൊണ്ട് നിഴലുകൾക്ക് കടുത്ത കറുപ്പ് നിറമാണ്. വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള ആ വലിയ വ്യത്യാസം ചന്ദ്രന്റെ ഉപരിതലത്തിന് ഭയപ്പെടുത്തുന്ന ഒരു വന്യമായ സൗന്ദര്യം നൽകുന്നുണ്ട്. ഒരുപക്ഷെ മനുഷ്യചരിത്രത്തിൽ ആദ്യമായാണ് മനുഷ്യന്റെ കണ്ണുകൾ ഇത്രയും അടുത്തുനിന്നും മറ്റൊരു ലോകത്തെ നേരിട്ട് നോക്കിക്കാണുന്നത്. ആ കാഴ്ച കണ്ട് 3 യാത്രികരും കുറച്ചു നേരത്തേക്ക് അക്ഷരം മിണ്ടാതെ ഇരുന്നുപോയി.
1969 ജൂലൈ 20. ചരിത്രം കാത്തിരുന്ന ആ സുപ്രധാന ദിവസം വന്നെത്തുകയാണ്. കൊളംബിയ പേടകത്തിൽ നിന്നും ഈഗൺ എന്ന ലൂണാർ മൊഡ്യൂളിലേക്ക് മാറാനുള്ള സമയമായി. ചന്ദ്രനിൽ ഇറങ്ങാൻ പോകുന്ന ആംസ്ട്രോങ്ങും ആൽഡ്രിനും തങ്ങളുടെ സങ്കീർണമായ സ്പേസ് സ്യൂട്ടുകൾ വീണ്ടും ധരിക്കുന്നു. കൊളംബിയയെയും ഈഗിളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയൊരു തുരങ്കമുണ്ട്. അതിന്റെ വാതിൽ കമാൻഡ് മൊഡ്യൂൾ പൈലറ്റായ മൈക്കൽ കോളിൻസ് അവർക്ക് തുറന്നുകൊടുക്കുന്നു. ഭാരമില്ലായ്മയിൽ വായുവിലൊഴുകി ആംസ്ട്രോങ് ആദ്യം ആ തുരങ്കത്തിലൂടെ ഈഗിളിന്റെ ഉള്ളിലേക്ക് ഇഴഞ്ഞുകടക്കുന്നു. പിന്നാലെ ആൽഡ്രിനും. ഈഗിൾ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വാഹനം മാത്രമാണ്. അതിനുള്ളിൽ യാത്രികർക്കിരിക്കാൻ സീറ്റുകളില്ല. ഒരു ചെറിയ ടെലിഫോൺ ബൂത്തിന്റെ അത്രയും സ്ഥലത്ത് പ്രത്യേകതരം കയറുകൾ ശരീരത്തിൽ ബന്ധിപ്പിച്ച് നിവർന്നു നിൽക്കാനുള്ള സ്ഥലം മാത്രമേ അവിടെയുള്ളൂ. ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ ഭാരം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയാണ് വാഹനം അങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അവർ ഈഗിളിലെ കമ്പ്യൂട്ടറുകളും ഉപകരണങ്ങളും ഓൺ ചെയ്യുന്നു. കൊളംബിയയുടെ വൈദ്യുതിയിൽ നിന്ന് മാറി ഈഗിൾ സ്വന്തം ബാറ്ററിയിലേക്ക് മാറുന്നു. ഉപകരണങ്ങളും ഓക്സിജൻ നിലയുമെല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അവർ ഹൂസ്റ്റനെ അറിയിക്കുന്നു. ഇനി ഈ ദൗത്യത്തിലെ ഏറ്റവും വൈകാരികവും നിർണായകവുമായ മറ്റൊരു നിമിഷമാണ് കൊളംബിയയും ഈഗിളും തമ്മിലുള്ള ബന്ധം വേർപെടുത്തുക. മൈക്കൽ കോളിൻസ് കൊളംബിയയിലെ കൺട്രോൾ പാനലിലെ സ്വിച്ചുകൾ വളരെ ശ്രദ്ധയോടെ അമർത്തുന്നു. 2 പേടകങ്ങളെയും തമ്മിൽ ഭദ്രമായി ബന്ധിപ്പിച്ചിരുന്ന വലിയ ഇരുമ്പ് കൊളുത്തുകൾ പതുക്കെ അഴിയാൻ തുടങ്ങുന്നു. ചെറിയൊരു വിറയലോടെ, യാതൊരു ശബ്ദവുമില്ലാതെ ആ 2 യന്ത്രങ്ങളും പരസ്പരം വേർപെടുകയാണ്. ആംസ്ട്രോങ്ങും ആൽഡ്രിനും തങ്ങളുടെ ഈഗിളിനെ പതുക്കെ പിന്നിലേക്ക് മാറ്റുന്നു. ഈ സമയം ആംസ്ട്രോങ്ങിന്റെ ശബ്ദം ഹൂസ്റ്റണിലെ സ്പീക്കറുകളിൽ മുഴങ്ങുന്നു. ദ ഈഗിൾ ഹാസ് വിങ്സ്. 2 പേടകങ്ങളിലെയും ജനാലകളിലൂടെ അവർ പരസ്പരം അവസാനമായി നോക്കുന്നുണ്ട്. സ്വർണ്ണ നിറത്തിലുള്ള ഫോയിലുകൾ പൊതിഞ്ഞ 4 കാലുകളുള്ള ചിലന്തിയെപ്പോലെയുള്ള ഈഗിൾ പേടകം ചന്ദ്രനെ ലക്ഷ്യമാക്കി പതുക്കെ താഴേക്ക് പോകുമ്പോൾ മൈക്കൽ കോളിൻസ് കൊളംബിയയിലിരുന്ന് അത് വളരെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നു. അവിടുത്തെ കാഴ്ചകളെല്ലാം ഇപ്പോൾ മാറുകയാണ്. ഈഗിൾ ചന്ദ്രനിലേക്ക് താഴോട്ട് കുതിക്കുമ്പോൾ കൊളംബിയ പേടകത്തിൽ മൈക്കൽ കോളിൻസ് എന്ന ആ മനുഷ്യൻ തികച്ചും ഒറ്റപ്പെടുകയാണ്. ഒരുപക്ഷെ മനുഷ്യചരിത്രത്തിൽ ഇതിനു മുൻപും പിൻപും ആരും അനുഭവിച്ചിട്ടില്ലാത്തത്ര ഭയാനകമായൊരു ഏകാന്തതയാണ് അദ്ദേഹം അവിടെ അനുഭവിക്കുന്നത്. തന്റെ 2 ഉറ്റ സുഹൃത്തുക്കൾ ചരിത്രം സൃഷ്ടിക്കാൻ പോകുമ്പോൾ അവർക്ക് സുരക്ഷിതമായി തിരികെ ഭൂമിയിലേക്ക് വരാനുള്ള ഒരേയൊരു കപ്പലായ കൊളംബിയയെ ഭ്രമണപഥത്തിൽ കാത്തുസൂക്ഷിക്കുക എന്നതാണ് കോളിൻസിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. കൊളംബിയ ചന്ദ്രനെ ചുറ്റി വീണ്ടും അതിന്റെ ഇരുണ്ട വശത്തേക്ക് പോകുമ്പോൾ കോളിൻസിന്റെ ആ ഏകാന്തത അതിന്റെ പാരമ്യത്തിലെത്തുന്നു. ചന്ദ്രന്റെ മറുവശത്തെ ആ കൊടുമിരുട്ടിൽ റേഡിയോ സിഗ്നലുകൾ വീണ്ടും നഷ്ടപ്പെടുമ്പോൾ കോളിൻസ് പ്രപഞ്ചത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട മനുഷ്യനായി മാറുകയാണ്. അദ്ദേഹത്തിന് മുന്നിലുള്ള ജനാലയിലൂടെ നോക്കിയാൽ ഭൂമി എന്ന ആ ജീവൻ തുടിക്കുന്ന നീലഗോളം കാണാൻ പോലുമില്ല. കാരണം ചന്ദ്രൻ അദ്ദേഹത്തിനും ഭൂമിക്കുമിടയിൽ വലിയൊരു കോട്ട മതിൽ പോലെ നിൽക്കുകയാണ്. 2,50,000 മൈലുകൾക്കപ്പുറം ഭൂമിയിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ഒരു വശത്ത്, മറുവശത്ത് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് മരണത്തെ മുഖാമുഖം കണ്ടുപോകുന്ന തന്റെ 2 പ്രിയ സുഹൃത്തുക്കൾ. ഇവർക്കിടയിൽ ഈ വലിയ പ്രപഞ്ചത്തിൽ ഒരു ചെറിയ ഇരുമ്പു പെട്ടിക്കുള്ളിൽ കോളിൻസ് തീർത്തും ഒറ്റയ്ക്കാണ്. ആ നിമിഷങ്ങളിൽ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തൊക്കെയായിരിക്കുമെന്ന് സങ്കൽപ്പിക്കാൻ പോലും നമുക്ക് കഴിയില്ല. ആ പേടകത്തിലെ ഉപകരണങ്ങളുടെ ചെറിയ മൂളൽ ശബ്ദം മാത്രമാണ് അദ്ദേഹത്തിന് കൂട്ടിനുള്ളത്. അദ്ദേഹത്തെ ആ നിമിഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് മറ്റൊന്നായിരുന്നു. ഈഗിൾ പേടകത്തിൽ താഴേക്ക് പോകുന്ന ആംസ്ട്രോങ്ങിനും ആൽഡ്രിനും എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ എന്തു ചെയ്യും? ചന്ദ്രനിൽ ഇറങ്ങുന്നതിനിടയിലോ അല്ലെങ്കിൽ തിരികെ ഉയർന്നു വരുന്നതിനിടയിലോ അവരുടെ ഈഗിളിന്റെ എഞ്ചിനുകൾ പണിമുടക്കിയാൽ അവർ എന്നേക്കുമായി ചന്ദ്രനിൽ കുടുങ്ങിപ്പോകും. ആ 2 പേർക്കും ഭൂമിയിലേക്ക് തിരികെ വരാനുള്ള ഒരേയൊരു വാഹനം ഈ കൊളംബിയയാണ്. തന്റെ സുഹൃത്തുക്കളെ ആ തണുത്തുറഞ്ഞ അന്യഗ്രഹത്തിൽ മരിക്കാനുപേക്ഷിച്ച് ഭൂമിയിലേക്ക് തനിക്ക് മാത്രം ഒറ്റയ്ക്ക് മടങ്ങേണ്ടി വന്നാൽ തന്റെ ജീവിതം പിന്നീട് എങ്ങനെയായിരിക്കുമെന്ന് കോളിൻസ് ചിന്തിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ അവർക്കെന്തെങ്കിലും അപകടം സംഭവിച്ചാൽ വായിക്കാനായി മുൻകൂട്ടി തയ്യാറാക്കി വെച്ച ഒരു അനുശോചന പ്രസംഗം ഭൂമിയിൽ കാത്തിരിക്കുന്നുണ്ടെന്ന് കോളിൻസിന് അറിയാമായിരുന്നു. ആ ചിന്ത അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തുന്നതായിരുന്നു. തന്റെ കഴുത്തിലൊരു വലിയ ഭാരം തൂങ്ങിക്കിടക്കുന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. എങ്കിലും ഒരു യഥാർത്ഥ പോരാളിയെപ്പോലെ അദ്ദേഹം തന്റെ പേടകത്തിലെ ഡയലുകളിലും മീറ്ററുകളിലും മാത്രം തന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തന്റെ സുഹൃത്തുക്കൾ തിരികെ വരുന്നതുവരെ കൊളംബിയയെ പൂർണ്ണ സജ്ജമാക്കി നിർത്തുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരേയൊരു ലക്ഷ്യം. അതേസമയം
കോളിൻസിനെ പിന്നിലുപേക്ഷിച്ച് ഈഗിൾ പേടകം ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്നത് ഹൃദയമിടിപ്പ് നിർത്തുന്ന ജീവൻ മരണ പോരാട്ടത്തിന്റെ നിമിഷങ്ങളാണ്. ചന്ദ്രന്റെ മണ്ണിലേക്കുള്ള ആ അവസാന നിമിഷങ്ങളിൽ അപ്രതീക്ഷിതമായ വലിയ പ്രതിസന്ധികളാണ് ആംസ്ട്രോങ്ങിനെയും ആൽഡ്രിനെയും കാത്തിരുന്നത്. ഈഗിൾ പേടകം ഇപ്പോൾ ചന്ദ്രനിൽ നിന്നും വെറും 50,000 അടി മാത്രം ഉയരത്തിലാണ്. ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് ഇത്രയും വേഗത്തിൽ കുതിച്ചിറങ്ങുന്നത് തികച്ചും അപകടം നിറഞ്ഞ ഒരു പ്രക്രിയയാണ്. ഈ ഇറക്കം സുരക്ഷിതമാക്കാൻ വേണ്ടി പേടകത്തിന്റെ ഏറ്റവും താഴെയുള്ള ഡിസെന്റ് എഞ്ചിൻ അവർ ജ്വലിപ്പിക്കുകയാണ്. പേടകത്തിന്റെ താഴേക്കുള്ള വീഴ്ചയുടെ വേഗത കുറച്ച് പതുക്കെ ഒരു തൂവൽ പോലെ ചന്ദ്രനിൽ ഇറങ്ങാൻ ഈ എഞ്ചിന്റെ എതിർദിശയിലുള്ള ജ്വലനം സഹായിക്കും. വളരെ ഇടുങ്ങിയ ആ ക്യാബിനിൽ കമാൻഡർ നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനും തങ്ങളുടെ സീറ്റ് ബെൽറ്റുകളാൽ ബന്ധിക്കപ്പെട്ട് കാലുകൾ ഉറപ്പിച്ചുവെച്ച് നിൽക്കുകയാണ്. ഈഗിളിൽ അവർക്കിരിക്കാൻ സീറ്റുകളില്ല എന്ന കാര്യം ഓർക്കുക. പുറത്തെ വലിയ ഇരുട്ടിനും നിശബ്ദതയ്ക്കുമിടയിൽ ക്യാബിനുള്ളിൽ എഞ്ചിന്റെ ചെറിയൊരു വിറയലും അവരുടെ ശ്വാസനിശ്വാസങ്ങളുടെ ശബ്ദവും മാത്രം മുഴങ്ങിക്കേൾക്കുന്നു. അവരുടെ കണ്ണുകൾ പേടകത്തിലെ മീറ്ററുകളിലും ഡയലുകളിലും മുന്നിലെ ചെറിയ ത്രികോണാകൃതിയിലുള്ള ജനാലയിലുമാണ് പതിഞ്ഞിരിക്കുന്നത്. എല്ലാം നിശ്ചയിച്ചതുപോലെ തന്നെ കൃത്യമായി നടക്കുന്നു. ഹ്യൂസ്റ്റണിലെ മിഷൻ കൺട്രോൾ സെന്ററിൽ ശാസ്ത്രജ്ഞർ വലിയ ആശ്വാസത്തോടെ ഈ വിവരങ്ങൾ നോക്കിക്കാണുകയാണ്. എന്നാൽ പെട്ടെന്ന് പേടകത്തിനുള്ളിലെ ആ ശാന്തതയെ ഭേദിച്ചുകൊണ്ട് ഒരു വലിയ അലാറം മുഴങ്ങുന്നു. മുന്നിലെ കൺട്രോൾ പാനലിൽ ഒരു മഞ്ഞ വെളിച്ചം അപകടസൂചനയെന്നോണം മിന്നിമറയാൻ തുടങ്ങുന്നു. ആംസ്ട്രോങ്ങും ആൽഡ്രിനും ഞെട്ടലോടെ ആ സ്ക്രീനിലേക്ക് നോക്കുന്നു. അതിൽ 1202 എന്നൊരു നമ്പർ തെളിഞ്ഞു കാണാം. അതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം അലാറമാണ്. വർഷങ്ങളോളം നാസയിൽ പരിശീലനം നടത്തിയിട്ടുള്ള ആ യാത്രികർക്ക് പോലും ആ നമ്പറിന്റെ അർത്ഥമെന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. ഹ്യൂസ്റ്റൺ, ഞങ്ങൾക്ക് ഇവിടെ ഒരു 1202 പ്രോഗ്രാം അലാറം ലഭിക്കുന്നുണ്ട്. അതൊന്ന് പരിശോധിക്കാമോ? യാതൊരു ഭാവഭേദവുമില്ലാത്ത തികച്ചും ശാന്തമായ ആംസ്ട്രോങ്ങിന്റെ ശബ്ദം ഹ്യൂസ്റ്റണിലെ കൺട്രോൾ റൂമിൽ മുഴങ്ങുന്നു. എന്നാൽ ഭൂമിയിലെ ആ വലിയ മുറിയിൽ പെട്ടെന്ന് ശ്വാസം നിലയ്ക്കുന്ന നിശബ്ദതയാണ് പരക്കുന്നത്. അവിടെയുള്ള ഡസൻ കണക്കിന് ശാസ്ത്രജ്ഞരുടെ മുഖത്ത് വിയർപ്പുകണങ്ങൾ പൊടിയുന്നു. ദൗത്യം എപ്പോൾ വേണമെങ്കിലും പരാജയപ്പെടാമെന്ന വലിയൊരു പ്രതിസന്ധിയാണ് അവർക്ക് മുന്നിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ഈഗിൾ പേടകത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്നത് അതിലെ കമ്പ്യൂട്ടറാണ്. എന്നാൽ ഒരേ സമയം ഒട്ടനവധി വിവരങ്ങൾ പ്രോസസ് ചെയ്യേണ്ടി വന്നത് കാരണം കമ്പ്യൂട്ടറിന് ഓവർലോഡ് വന്നിരിക്കുകയാണ്. ഇതിലൂടെ കമ്പ്യൂട്ടർ പറയുന്നത് തനിക്കിനി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നും അതുകൊണ്ട് പ്രധാനപ്പെട്ട ജോലികൾ മാത്രം ചെയ്ത് ബാക്കിയുള്ളവ ഒഴിവാക്കുകയാണ് എന്നുമാണ്. ഭൂമിയിലുള്ള മിഷൻ കൺട്രോളിലെ ഫ്ലൈറ്റ് ഡയറക്ടർ ജീൻ ക്രാൻസ് തന്റെ ടീമിലെ 26 വയസ്സ് മാത്രം പ്രായമുള്ള സ്റ്റീവ് ബെയിൽസ് എന്ന എഞ്ചിനീയറോട് അടിയന്തരമായി ചോദിക്കുന്നു, നാം എന്തു ചെയ്യണം? ദൗത്യം ഉപേക്ഷിക്കണമോ അതോ മുന്നോട്ടു പോകണമോ? ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ സ്റ്റീവ് ബെയിൽസ് ആ അലാറത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുന്നു. കമ്പ്യൂട്ടർ പൂർണ്ണമായും തകരാറിലായിട്ടില്ല. അത് സ്വയം റീസ്റ്റാർട്ടായി പ്രധാന ജോലികൾ തുടരുന്നുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തുന്നു. നമുക്ക് മുന്നോട്ടു പോകാം. ആ അലാറം ഒരു പ്രശ്നമല്ല, സ്റ്റീവ് ഉറപ്പിച്ചു പറയുന്നു. ഹ്യൂസ്റ്റണിൽ നിന്നും ആ സന്ദേശം ഉടൻ തന്നെ യാത്രികർക്ക് ലഭിക്കുന്നു. വി ആർ ഗോ ഓൺ ദാറ്റ് അലാറം. ആ വലിയ പ്രതിസന്ധി അവിടെ തലനാരിഴയ്ക്ക് ഒഴിവാകുകയാണ്. യാത്രികർ വീണ്ടും തങ്ങളുടെ ഇറക്കം തുടരുന്നു. ഇപ്പോൾ അവർ ചന്ദ്രനിൽ നിന്നും വെറും 2000 അടി ഉയരത്തിലെത്തിയിരിക്കുന്നു. കമ്പ്യൂട്ടറിന്റെ നിർദ്ദേശപ്രകാരം പേടകം സാവധാനം മുന്നോട്ട് നീങ്ങി ഇറങ്ങാൻ തുടങ്ങുകയാണ്. ആംസ്ട്രോങ് ജനാലയിലൂടെ താഴേക്ക് നോക്കുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുകയാണ്. കമ്പ്യൂട്ടർ അവരെ കൊണ്ടുപോകുന്നത് സുരക്ഷിതമായ ഒരു നിരപ്പായ സ്ഥലത്തേക്കല്ല, മറിച്ച് ഒരു ഫുട്ബോൾ മൈതാനത്തോളം വലിപ്പമുള്ള വലിയൊരു ഗർത്തത്തിലേക്കാണ്. അതിനു ചുറ്റും ചെറിയ കാറുകളുടെ അത്രയും വലിപ്പമുള്ള കൂറ്റൻ പാറക്കല്ലുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മണിക്കൂറിൽ 100 കിലോമീറ്ററിലധികം വേഗതയിലാണ് അവരാ ഗർത്തത്തിലേക്ക് കുതിക്കുന്നത്. ആ ഗർത്തത്തിലോ ആ പാറക്കല്ലുകൾക്ക് മുകളിലോ പോയി ഈഗിൾ പേടകം ഇറങ്ങിയാൽ അത് ചരിഞ്ഞു വീണ് പൂർണ്ണമായും തകരും. എഞ്ചിനുകൾ പൊട്ടിത്തെറിക്കും. പിന്നീടൊരിക്കലും അവർക്ക് അവിടെ നിന്നും തിരികെ ഭൂമിയിലേക്ക് മടങ്ങാൻ കഴിയില്ല. ആ മണ്ണിൽ തന്നെ അവർക്ക് തങ്ങളുടെ ജീവൻ വെടിയേണ്ടി വരും. യാതൊരു മടിയും കൂടാതെ ആംസ്ട്രോങ് ഒരു വലിയ തീരുമാനമെടുക്കുന്നു. അദ്ദേഹം ഈഗിളിന്റെ നിയന്ത്രണം കമ്പ്യൂട്ടറിൽ നിന്നും പൂർണ്ണമായും തന്റെ കൈകളിലേക്ക് മാറ്റുകയാണ്. മാനുവൽ കൺട്രോൾ ഉപയോഗിച്ച് ഒരു ഹെലികോപ്റ്റർ പറത്തുന്നതുപോലെ
അദ്ദേഹം ആ പേടകത്തെ മുന്നോട്ട് കുതിപ്പിക്കുന്നു. ആ ഗർത്തത്തിന് മുകളിലൂടെ പറന്ന് സുരക്ഷിതമായ മറ്റൊരു സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം ഇപ്പോൾ. ബസ് ആൽഡ്രിൻ ഓരോ സെക്കൻഡിലും താഴോട്ടുള്ള ദൂരവും വേഗതയും ആംസ്ട്രോങ്ങിന് ഉറക്കെ പറഞ്ഞുകൊടുക്കുന്നുണ്ട്. 300 അടി, 250 അടി. എന്നാൽ പുതിയ സുരക്ഷിതമായ ഒരു സ്ഥലം അത്ര എളുപ്പത്തിൽ അവരുടെ കണ്ണിൽപ്പെടുന്നില്ല. എങ്ങോട്ട് നോക്കിയാലും പാറക്കെട്ടുകളും വലിയ കുഴികളുമാണ്. ഇതിനിടയിലാണ് അവരെ കാത്ത് മറ്റൊരു വലിയ അപകടം പതിഞ്ഞിരുന്നത്. പേടകത്തിലെ ഇന്ധന മീറ്ററിലെ സൂചി ഏറ്റവും താഴെ എത്തിയിരിക്കുന്നു. ചന്ദ്രനിലിറങ്ങാൻ ഈഗിളിന്റെ താഴെയുള്ള ടാങ്കുകളിൽ നൽകിയിട്ടുള്ള ഇന്ധനം അതിവേഗം തീർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കുറഞ്ഞ ഇന്ധനം മാത്രമേ അവർക്ക് ബാക്കിയുള്ളൂ. അപ്പോഴേക്കും ഹ്യൂസ്റ്റണിലെ ശാസ്ത്രജ്ഞരുടെ ഹൃദയമിടിപ്പ് അതിന്റെ പാരമ്യത്തിലെത്തിയിട്ടുണ്ട്. മിഷൻ കൺട്രോളിൽ നിന്നും കാപ്കോം ചാർലി ഡ്യൂക്കിന്റെ ശബ്ദം യാത്രികരുടെ ചെവിയിലെത്തുന്നു. 60 സെക്കൻഡ്സ്, അതായത് ഈഗിൾ പേടകം സുരക്ഷിതമായി താഴെ ഇറക്കാൻ അവരുടെ കൈവശം ഇനി വെറും 60 സെക്കൻഡ് നേരത്തേക്കുള്ള ഇന്ധനം മാത്രമേ ബാക്കിയുള്ളൂ. ഈ 60 സെക്കൻഡിനുള്ളിൽ സുരക്ഷിതമായൊരു സ്ഥലം കണ്ട് താഴെ ഇറങ്ങിയില്ലെങ്കിൽ അവർക്ക് ദൗത്യം ഉപേക്ഷിക്കേണ്ടി വരും. പിന്നീട് താഴെ ഇറങ്ങാതെ ആ പേടകം വീണ്ടും മുകളിലേക്ക് കുതിച്ചുയർന്ന് കൊളംബിയക്കരികിലേക്ക് മടങ്ങേണ്ടി വരും. ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൗത്യം അവിടെ പരാജയപ്പെടും. ആംസ്ട്രോങ് എന്ന മികച്ച പൈലറ്റിന്റെ മനസാന്നിധ്യം ലോകം കണ്ടത് ആ നിമിഷങ്ങളിലാണ്. തന്റെ പേടകത്തിൽ ഇന്ധനം തീരാറായെന്നോ താഴെ വലിയ ഗർത്തമാണെന്നോ കമ്പ്യൂട്ടർ അലാറങ്ങൾ മുഴങ്ങുന്നുണ്ടെന്നോ ഒന്നും അദ്ദേഹം ചിന്തിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കൈകൾ ജോയ്സ്റ്റിക്കിൽ വളരെ കൃത്യതയോടെ ചലിക്കുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പ് ആ നിമിഷങ്ങളിൽ മിനിറ്റിൽ 156 തവണയെന്ന നിലയ്ക്കിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നുവെന്ന് നാസയുടെ മെഡിക്കൽ മോണിറ്ററുകൾ കാണിക്കുന്നുണ്ട്. മുന്നോട്ടു പറക്കുന്നതിനിടയിൽ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിരപ്പായൊരു സ്ഥലം പെടുന്നു. അവിടെ വലിയ പാറക്കല്ലുകളോ കുഴികളോ ഇല്ല. ഒട്ടും സമയം കളയാതെ അദ്ദേഹം പേടകത്തെ ആ നിരപ്പായ സ്ഥലത്തേക്ക് ലക്ഷ്യം വയ്ക്കുന്നു. അപ്പോഴേക്കും അടുത്ത വിളിയെത്തി. 30 സെക്കൻഡ്സ്. കേവലം 30 സെക്കൻഡ് ഇന്ധനം മാത്രം ബാക്കി. ഇനിയൊരു പിഴവ് പറ്റിയാൽ മരണമാണ് മുന്നിൽ. പേടകം ഇപ്പോൾ ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്നും വെറും 100 അടി മാത്രം ഉയരത്തിലാണ്. താഴെയുള്ള എഞ്ചിനിൽ നിന്നുള്ള ശക്തമായ തീജ്വാലകൾ ചന്ദ്രനിലെ വരണ്ട മണ്ണിൽ ചെന്നിടിക്കാൻ തുടങ്ങുന്നു. ചന്ദ്രനിൽ വായുവില്ലാത്തതുകൊണ്ട് ഭൂമിയിലേതുപോലെ പൊടി മുകളിലേക്ക് ചുരുളുകളായി ഉയരുന്നില്ല. പകരം വെടിയുണ്ടകൾ പോലെ ആ പൊടിപടലങ്ങൾ ഭൂമിക്ക് സമാന്തരമായി എല്ലാ ദിക്കിലേക്കും അതിവേഗം തെറിച്ചുപോകുകയാണ്. ഈ പൊടിപടലങ്ങൾ കാരണം ജനാലയിലൂടെ താഴേക്കുള്ള കാഴ്ച പൂർണ്ണമായും മറയുന്നു. ഒട്ടും കാഴ്ചയില്ലാതെ ഒരു വെളുത്ത പുകമറയിലൂടെ എന്ന പോലെ അവർ താഴേക്കിറങ്ങുകയാണ്. സ്ക്രീനിലെ കണക്കുകളെയും സ്വന്തം സഹജാവഭാവത്തെയും മാത്രം വിശ്വസിച്ച് ആംസ്ട്രോങ് പേടകം താഴേക്കിറക്കുന്നു. 20 അടി, 10 അടി, ആൽഡ്രിൻ ഉറക്കെ പറയുന്നു. ഈഗിൾ പേടകത്തിന്റെ കാലുകൾക്ക് താഴെയായി നീളമുള്ള ചെറിയ ഇരുമ്പു കമ്പികൾ ഘടിപ്പിച്ചിട്ടുണ്ട്. കോൺടാക്ട് പ്രോബ്സ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ചന്ദ്രന്റെ മണ്ണിൽ ഈ കമ്പികൾ ആദ്യം തൊടുമ്പോൾ ക്യാബിനുള്ളിൽ ഒരു നീല ലൈറ്റ് തെളിയും. അതിനർത്ഥം എഞ്ചിൻ ഓഫ് ചെയ്യാമെന്നാണ്. ഭൂമിയിലെ ഹൂസ്റ്റണിലെ വലിയ മുറിയിൽ തികഞ്ഞ നിശബ്ദതയാണ്. എല്ലാവരും ശ്വാസം വിടാൻ പോലും മറന്ന് ആ നീല സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുകയാണ്. ചിലർ പ്രാർത്ഥനയോടെ കണ്ണുകൾ ഇറുക്കിയടയ്ക്കുന്നു. പെട്ടെന്ന് ക്യാബിനുള്ളിൽ ആൽഡ്രിന്റെ ശബ്ദം മുഴങ്ങുന്നു. കോൺടാക്ട് ലൈറ്റ്. പേടകത്തിന്റെ കാലുകളിലെ കമ്പികൾ ചന്ദ്രന്റെ മണ്ണിൽ തൊട്ടിരിക്കുന്നു. ആംസ്ട്രോങ് യാതൊരു മടിയും കൂടാതെ എഞ്ചിൻ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് അമർത്തുന്നു. എഞ്ചിൻ സ്റ്റോപ്പ്. ഒരു ചെറിയ കുലുക്കത്തോടെ ഈഗിൾ പേടകം പൂർണ്ണമായും നിശ്ചലമാകുന്നു. എഞ്ചിന്റെ ആ വലിയ ഇരമ്പൽ പെട്ടെന്നില്ലാതാകുന്നു. എങ്ങും വലിയൊരു നിശബ്ദത. ആംസ്ട്രോങ്ങും ആൽഡ്രിനും പരസ്പരം നോക്കി. തങ്ങളുടെ കണ്ണുകളെ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ അത് സാധിച്ചിരിക്കുന്നു. മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ സ്വപ്നം അവർ പൂവണിയിച്ചിരിക്കുന്നു. ആംസ്ട്രോങ് തന്റെ റേഡിയോ ഓൺ ചെയ്ത് ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ട ആ വാക്കുകൾ ഭൂമിയിലേക്ക് പറയുന്നു. ഹ്യൂസ്റ്റൺ, ട്രാങ്ക്വിലിറ്റി ബേസ് ഹിയർ, ദ ഈഗിൾ ഹാസ് ലാൻഡഡ്. ഭൂമിയിലെ ഹൂസ്റ്റൺ കൺട്രോൾ റൂമിൽ അത് കേട്ടതും വലിയൊരു പൊട്ടിത്തെറിയായിരുന്നു. ശാസ്ത്രജ്ഞർ തങ്ങളുടെ ഫയലുകൾ മുകളിലേക്ക് വലിച്ചെറിഞ്ഞ് പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. കാപ്കോം ചാർലി ഡ്യൂക്ക് വലിയ ആശ്വാസത്തോടെ അവർക്ക് മറുപടി നൽകി. റോജ ട്വാങ്, നിങ്ങൾ താഴെ ഇറങ്ങിയെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളിവിടെ ശ്വാസം മുട്ടി നീലിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ശ്വാസമെടുക്കാൻ തുടങ്ങുന്നു. വളരെ നന്ദി. അതെ, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും അവിശ്വസനീയമായ ആ ഇറക്കം വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ആ 2 മനുഷ്യരും ഭൂമിക്ക് പുറത്തുള്ള മറ്റൊരു ലോകത്തിന്റെ മണ്ണിലാണ് നിൽക്കുന്നത്.
ഈഗിൾ പേടകം ചന്ദ്രന്റെ മണ്ണിൽ സുരക്ഷിതമായി ഇറങ്ങിയ ആ നിമിഷം മുതൽ പേടകത്തിനുള്ളിലെ അന്തരീക്ഷം പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. മരണഭയം നിറഞ്ഞു നിന്നിരുന്ന അവരുടെ മുഖത്ത് ഇപ്പോൾ വലിയൊരാശ്വാസവും അഭിമാനവും കാണാം. അവരിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് സീ ഓഫ് ട്രാങ്ക്വിലിറ്റി അഥവാ ശാന്തതയുടെ സമുദ്രം എന്നാണ് നാസ പേരിട്ടിരിക്കുന്നത്. മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് ചന്ദ്രനിൽ ഇറങ്ങിയ ശേഷം യാത്രികർ 5 മണിക്കൂർ നേരം ഉറങ്ങി വിശ്രമിക്കേണ്ടതുണ്ട്. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നേട്ടം കൈവരിച്ച് ചന്ദ്രന്റെ മണ്ണിൽ നിൽക്കുമ്പോൾ ആർക്കാണ് ഉറങ്ങാൻ കഴിയുക? പുറത്തെ ആ അന്യഗ്രഹ ലോകം എങ്ങനെയുണ്ടെന്ന് നേരിട്ട് കാണാൻ അവരുടെ ഹൃദയം തുടിക്കുകയാണ്. അവർ മിഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട് ആ ഉറക്കത്തിന്റെ സമയം ഒഴിവാക്കാൻ അനുവാദം ചോദിക്കുന്നു. അവരുടെ ആവേശം മനസ്സിലാക്കിയ ഹൂസ്റ്റണിലെ ഉദ്യോഗസ്ഥർ അതിന് പൂർണ്ണ സമ്മതം നൽകുകയാണ്. എന്നാൽ ഒരു വീടിന്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങുന്നതുപോലെ അത്ര എളുപ്പമല്ല ഒരു ബഹിരാകാശ പേടകത്തിൽ നിന്നും പുറത്തിറങ്ങുക എന്നത്. അതിനായി മണിക്കൂറുകൾ നീളുന്ന തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട്. തങ്ങളുടെ ജീവൻ നിലനിർത്താനുള്ള പോർട്ടബിൾ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം എന്ന വലിയൊരു ബാക്ക്പാക്ക് അവർക്ക് മുതുകിൽ ഘടിപ്പിക്കണം. ഭൂമിയിലാണെങ്കിൽ ഒരാൾക്കൊറ്റയ്ക്ക് താങ്ങാൻ കഴിയാത്തത്ര ഭാരമുണ്ടതിന്. എന്നാൽ ഭൂമിയുടെ 1/6 മാത്രം ഗുരുത്വാകർഷണമുള്ള ചന്ദ്രനിൽ അതവർക്ക് വലിയൊരു ഭാരമായി തോന്നുന്നില്ല. ശ്വസിക്കാനുള്ള ഓക്സിജൻ, ശരീരത്തിന്റെ ഊഷ്മാവ് നിയന്ത്രിക്കാനുള്ള തണുത്ത വെള്ളം, റേഡിയോ സംവിധാനങ്ങൾ എന്നിവയെല്ലാം അടങ്ങിയ ആ വലിയ പെട്ടിയാണ് ഇനി പുറത്ത് അവരുടെ ജീവൻ കാത്തുസൂക്ഷിക്കുന്നത്. അതിലെ ഓരോ വാൽവുകളും പൈപ്പുകളും അവർ പലതവണ പരിശോധിച്ചുറപ്പുവരുത്തുന്നു. ഗ്ലാസ് ഘടിപ്പിച്ച വലിയ ഹെൽമറ്റുകൾ തലയിൽ വെച്ച് ലോക്ക് ചെയ്യുന്നു. കട്ടിയുള്ള വലിയ കയ്യുറകൾ ധരിക്കുന്നു. എല്ലാം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവർ ക്യാബിനിലെ വായുമർദ്ദം പതുക്കെ കുറച്ചുകൊണ്ടുവരികയാണ്. ക്യാബിനിലെ വായു പൂർണ്ണമായും പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് ആ ചെറിയ വാതിൽ തുറക്കാൻ കഴിയുകയുള്ളൂ. വായുവില്ലാത്ത മരവിപ്പിക്കുന്ന തണുപ്പും തിളയ്ക്കുന്ന ചൂടുമുള്ള ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കിറങ്ങാൻ അവരിപ്പോൾ പൂർണ്ണ സജ്ജരാണ്. ആംസ്ട്രോങ് പേടകത്തിന്റെ ചെറിയ വാതിൽ പതുക്കെ തുറക്കുന്നു. വളരെ ഇടുങ്ങിയ ആ വാതിലിലൂടെ പുറകോട്ടായി ഇഴഞ്ഞാണ് അദ്ദേഹം പുറത്തേക്ക് വരുന്നത്. മുതുകിലെ വലിയ പെട്ടി പേടകത്തിന്റെ ഭിത്തികളിൽ തട്ടി സ്യൂട്ടിൽ എവിടെയെങ്കിലും ചെറിയൊരു പോറൽ പോലും വീണാൽ അത് വലിയ അപകടത്തിന് കാരണമാകും. അതിനാൽ ഓരോ ചെറിയ ചലനവും വളരെ ശ്രദ്ധയോടെയാണ് അദ്ദേഹം ചെയ്യുന്നത്. വാതിലിന് പുറത്തുള്ള ചെറിയ പ്ലാറ്റ്ഫോമിൽ എത്തിയ ശേഷം അദ്ദേഹം താഴേക്കുള്ള ഏണിപ്പടികളിലൂടെ പതുക്കെ ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഏണിപ്പടികളിലൂടെ താഴേക്കിറങ്ങുന്നതിനിടയിൽ ആംസ്ട്രോങ് ഒരു ചെറിയ കയർ വലിച്ച് പേടകത്തിന്റെ വശത്തുള്ള ഒരു രഹസ്യ അറ തുറക്കുന്നു. അതിനുള്ളിലായി ചന്ദ്രനിലെ കാഴ്ചകൾ ഭൂമിയിലേക്ക് തത്സമയം കാണിക്കാനുള്ള ഒരു TV ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓണാവുന്നതോടെ ഭൂമിയിലെ കോടിക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ ടെലിവിഷൻ സ്ക്രീനുകളിൽ ആ വലിയ ചരിത്ര മുഹൂർത്തം കാണാൻ തുടങ്ങുകയാണ്. വളരെ അവ്യക്തമായ കറുപ്പും വെളുപ്പും കലർന്ന ഒരു ദൃശ്യമാണ് ടിവിയിൽ തെളിയുന്നത്. ഇരുണ്ട പശ്ചാത്തലത്തിൽ ഒരു വെള്ള രൂപം ഏണിപ്പടികളിലൂടെ പതുക്കെ താഴേക്കിറങ്ങി വരുന്ന ആ കാഴ്ച ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യചരിത്രത്തിൽ അതുവരെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരേ സമയം കണ്ട ടെലിവിഷൻ സംപ്രേക്ഷണമായിരുന്നു അത്. കടകളുടെ മുന്നിലും സ്കൂളുകളിലും വീടുകളിലുമെല്ലാം ജനങ്ങൾ ടിവിക്ക് മുന്നിൽ തടിച്ചുകൂടി നിൽക്കുകയാണ്. ആംസ്ട്രോങ് ഏണിയുടെ ഏറ്റവും അവസാനത്തെ പടിയിലെത്തി നിൽക്കുന്നു. അവിടെ നിന്നും തന്റെ ഇടതുകാൽ പതുക്കെ താഴേക്ക് നീക്കി അദ്ദേഹം ചന്ദ്രന്റെ ഉപരിതലത്തിൽ തൊടുകയാണ്. ആ മണ്ണ് എങ്ങനെയുള്ളതാണെന്ന് അദ്ദേഹം റേഡിയോയിലൂടെ ലോകത്തോട് വിവരിക്കുന്നുണ്ട്. വളരെ നേർത്ത പൊടിയാണിത്, കരിമ്പൊടി പോലെ വളരെ മൃദുവായ പൊടി. 1969 ജൂലൈ 20, ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂലൈ 21 അതിരാവിലെ. കമാൻഡർ നീൽ ആംസ്ട്രോങ് തന്റെ ഇടതുകാൽ ചന്ദ്രന്റെ മണ്ണിലേക്ക് പൂർണ്ണമായും അമർത്തിവെക്കുകയാണ്. മനുഷ്യരാശി എക്കാലവും കാത്തിരുന്ന ആ ചരിത്ര നിമിഷം. അദ്ദേഹം തന്റെ റേഡിയോയിലൂടെ മനുഷ്യചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ട ആ വാക്കുകൾ പറയുന്നു: "ദാറ്റ്സ് വൺ സ്മോൾ സ്റ്റെപ്പ് ഫോർ എ മാൻ, വൺ ജയന്റ് ലീപ്പ് ഫോർ മാൻകൈൻഡ്." ആ വലിയ കാൽവെപ്പോടെ മനുഷ്യൻ ഒരു മൾട്ടി പ്ലാനറ്ററി ജീവിയായി, അതായത് ഒന്നിലധികം ലോകങ്ങളിൽ സഞ്ചരിക്കാൻ കഴിവുള്ളവരായി മാറിയിരിക്കുന്നു. ആംസ്ട്രോങ്ങിന്റെ ബൂട്ടിനടിയിലെ ആ ചെറിയ അടയാളം അവിടെ എക്കാലത്തും മായാതെ കിടക്കും. കാരണം ചന്ദ്രനിൽ അന്തരീക്ഷമില്ല, കാറ്റില്ല, മഴയില്ല. അതിനാൽ ആ ആദ്യത്തെ കാൽപ്പാട് അവിടെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ യാതൊരു മാറ്റവുമില്ലാതെ അങ്ങനെ തന്നെ നിലനിൽക്കും. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ബസ് ആൽഡ്രിനും ഏണിലെലി താഴേക്കിറങ്ങി വരികയാണ്. ചന്ദ്രനിലിറങ്ങിയ രണ്ടാമത്തെ മനുഷ്യൻ. തന്റെ ചുറ്റുമുള്ള ആ പുതിയ ലോകം കണ്ട അത്ഭുതത്തോടെ അദ്ദേഹം ഒരു വാക്ക് പറയുന്നു:
മഗ്നിഫിസന്റ് ഡെസൊലേഷൻ അഥവാ അതിമനോഹരമായ ശൂന്യത. എങ്ങോട്ടു നോക്കിയാലും ചാരനിറത്തിലുള്ള പൊടി മാത്രമുള്ള യാതൊരു ജീവന്റെയും തുടിപ്പില്ലാത്ത കറുത്ത ആകാശം അതിരിടുന്ന ആ ലോകത്തെ അതിലും മികച്ചൊരു വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയില്ല. ഭൂമിയിലെ പോലെ അവിടെ അവർക്ക് നടക്കാൻ കഴിയില്ല. ഗുരുത്വാകർഷണം കുറവായതുകൊണ്ട് കാലുകൾ തറയിൽ ഉറപ്പിച്ചു നിർത്താൻ വളരെ പ്രയാസമാണ്. ഒരു കങ്കാരുവിനെ പോലെ 2 കാലുകളും ഒന്നിച്ചുവെച്ച് ചാടിയാണ് അവർ അവിടെ സഞ്ചരിക്കുന്നത്. സ്യൂട്ടിന്റെ വലിയ ഭാരവും വഴക്കമില്ലായ്മയും കാരണം എന്തെങ്കിലും എടുക്കാൻ താഴേക്ക് കുനിയുക എന്നത് അസാധ്യമായ കാര്യമാണ്. അബദ്ധത്തിലൊന്ന് താഴെ വീണാൽ പിന്നീട് എഴുന്നേൽക്കാൻ അവർക്കേറെ ബുദ്ധിമുട്ടേണ്ടിവരും. അതിനാൽ വളരെ ശ്രദ്ധയോടെയാണ് അവർ ഓരോ ചുവടും വയ്ക്കുന്നത്. അവർക്കവിടെ ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. ആദ്യം തന്നെ അവരൊരു അമേരിക്കൻ പതാക ചന്ദ്രന്റെ മണ്ണിൽ നാട്ടുന്നു. ചന്ദ്രനിൽ കാറ്റില്ലാത്തതുകൊണ്ട് പതാക താഴേക്ക് വീണുകിടക്കാതിരിക്കാൻ അതിന്റെ മുകളിൽ ഒരു തിരശ്ചീനമായ ഇരുമ്പ് കമ്പി നൽകിയിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ കാറ്റിൽ പതാക പാറി പറക്കുന്നതുപോലെ തോന്നും. അതിനുശേഷം അവർ ഈഗിൾ പേടകത്തിന്റെ കാലിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ലോഹഫലകം അനാവരണം ചെയ്യുന്നു. അതിൽ ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളുടെ ചിത്രവും കൂടെ ഇങ്ങനെ എഴുതിയിട്ടുമുണ്ടായിരുന്നു: ഭൂമിയിൽ നിന്നുള്ള മനുഷ്യർ ആദ്യമായി ചന്ദ്രനിൽ കാൽ കുത്തിയതിവിടെയാണ്. ജൂലൈ 1969. മനുഷ്യരാശിക്കൊന്നാകെ വേണ്ടി ഞങ്ങൾ സമാധാനത്തോടെ ഇവിടെ വന്നിരിക്കുന്നു. യാത്രികരുടെ 3 പേരുടെയും അമേരിക്കൻ പ്രസിഡന്റിന്റെയും ഒപ്പുകളും അതിൽ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു.